ദരിദ്രനായി തീർന്നു സ്വമനസ നിരുപമ പ്രഭയണിഞ്ഞിരുന്നവൻ പഴന്തുണി ധരിച്ചതു ചെറിയ സന്നതിയോ നിരുപമ പ്രഭയണിഞ്ഞിരുന്നവൻ പഴന്തുണി ധരിച്ചതു ചെറിയ സന്നതിയോ ദൈവകരുണയിൽ ധനമാകാല്യം നാവാൽ വർണ്യമോ ദൈവകരുണയിൽ ധനമാകാല്യം. ഒരിക്കൽ കൂടി കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. അനുഗ്രഹിക്കപ്പെട്ട ഗായിക സംഘത്തിനായി പിന്നെ ഉൾപ്പെട്ട പ്രിയപ്പെട്ടവർക്കായി നന്ദി, വന്ദനം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി വളരെ ലളിതമായി ശാന്തമായി ചില കാര്യങ്ങൾ, സുവിശേഷത്തെ സംബന്ധിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ ദൈവകൃപയിൽ ശരണപ്പെട്ട് ചിന്തിക്കാം. അത് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും പ്രയോജനമായി തീരട്ടെ. നാളെ ദൈവോചനത്തിൽ നിന്ന് വേറൊരു നിലയിൽ ചിന്തിക്കുവാനാണ് കർത്താവിൽ ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും ആയിരിക്കുന്നത്. ഇന്ന് രാത്രി വായിച്ച തിരുവെടുത്ത് വളരെ പരിചിതമായ തിരുവെടുത്താണ്. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ തിരുവെടുത്ത് ഒരിക്കൽ കൂടി വായിക്കാം. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ ആയിരുന്നു. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, ശക്തിയില്ല, ഇല്ല, ശക്തി കൊടുക്കുക. അത് ഓൺ ചെയ്യാനാണ്. അതാ ശക്തി ഇല്ലാതായത്. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, വചനമായിട്ട് മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ ആയിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നത്. വളരെ പരിചിതമായ ഒരു തിരുവെടുത്താണ്. ആ കുഞ്ഞിനെ അവിടെ ചുമതലപ്പെട്ടവർ അടക്കി ഇരുത്തുന്നതായിരിക്കും നല്ലത്. പിള്ളേരെ യോഗം നടക്കുമ്പോൾ ഇങ്ങനെ ഓടിക്കരുത്. അതിൻ്റെ കാരണം അത് ശീലമാകും. അത് കണ്ടുകൊണ്ട് വേറെ പിള്ളേരുണ്ടെങ്കിൽ അവർക്കും തോന്നും ഇങ്ങനൊന്ന് ചാടിയാൽ കൊള്ളാം. പിന്നെ മൊത്തം പിള്ളേർ കളിയായി പോകും. ഇത് പറഞ്ഞെന്നോർത്ത് പിണങ്ങിയും പോകരുത്, നാളെ വരാതെ ഇരിക്കരുത്, സെൻറ്ററിൽ നിന്നും പോകരുത്. വേദപുസ്തകത്തിലെ 66 പുസ്തകത്തിൽ, പുതിയ നിയമത്തിലെ 27 പുസ്തകത്തിൽ, 21 ലേഖനങ്ങളിൽ, വിശേഷിച്ച് പൗലോസിൻ്റെ 14 ലേഖനങ്ങളിൽ, ഒന്നുകൂടെ പറഞ്ഞാൽ അന്ത്യകാല ശാസ്ത്രപ്രകാരമുള്ള ലേഖനങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് ഇന്ന് രാത്രി വായിച്ചത്. തെസ്സലോനിക്കർക്ക് പൗലോസ് നമുക്കറിയാം 2 ലേഖനം എഴുതി. 1, 2 ലേഖനം. ഞാൻ എപ്പോഴും പറയും ഈ 2 ലേഖനത്തിൽ എല്ലാവർക്കും അറിയാം 2 വിഷയമാണ്. 2 വിഷയം അന്ത്യകാല ശാസ്ത്രത്തിൽപ്പെട്ടതായി ലേഖനം. പൗലോസിൻ്റെ ലേഖനങ്ങളെ ദൈവശാസ്ത്രപരമായിട്ട് പഠിക്കുമ്പോൾ ക്രിസ്തുശാസ്ത്രം, രക്ഷാശാസ്ത്രം, സഭാശാസ്ത്രം, അന്ത്യകാല ശാസ്ത്രം, ഇങ്ങനെ 4 നിലയിലാണ് പഠിപ്പിക്കുകയും ചെയ്യുന്നത്. അതിൽ രക്ഷാ തത്വശാസ്ത്രപ്രകാരമുള്ള ലേഖനമാണ് റോമാലേഖനമൊക്കെ. ക്രിസ്തുശാസ്ത്രത്തെ കീർത്തിക്കുന്ന ലേഖനത്തിൽ പ്രധാനപ്പെട്ട ലേഖനമാണ് ഈ കൊലോസ് ലേഖനമൊക്കെ. സഭാശാസ്ത്രത്തെ കീർത്തിക്കുന്ന ലേഖനം പ്രധാനപ്പെട്ടത് തിമോത്തിയോസിൻ്റെ 2 ലേഖനവും തീത്തോസും. വേണമെങ്കിൽ പിലേമോന്റെ ലേഖനം ഒന്ന് കൊടുക്കാം. അന്ത്യകാല ശാസ്ത്രപരമായ ലേഖനമാണ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1, 2 ലേഖനം. ഇങ്ങനെയാ ദൈവശാസ്ത്രപരമായിട്ട് പൗലോസിന്റെ ലേഖനങ്ങളെ പഠിക്കുന്നത്. അപ്പോൾ അതിലെ അന്ത്യകാല ശാസ്ത്രപരമായ ലേഖനം എന്തുവാ? ഈ അന്ത്യകാലം എന്തുവാന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ ഇത് കാലം അന്ത്യകാലം.
നാളെ ഒരാളെ പറഞ്ഞ് ഇതൊക്കെയാന്ന് പറഞ്ഞ അന്ത്യകാലം. ഇതൊക്കെ ഞാൻ ചോദിച്ചേനോ, ഈ യോഗത്തിന് വന്ന് അനങ്ങാതിരിക്കുകയും കൈയടിക്കാതിരിക്കുകയും സ്തോത്രം പറയും, ഇതൊക്കെ അന്ത്യകാലമാണെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞതാണ്. 2 മണിക്കൂർ ശുശ്രൂഷ ചെയ്തിട്ട് ഒരെണ്ണം അനങ്ങുന്നില്ലല്ലോ, ഇതാ അന്ത്യകാലം. എന്നോട് പറഞ്ഞതാണ്. അങ്ങോട്ട് നോക്കുമ്പോൾ അറിയാം ഇത് അന്ത്യകാലമാണ്. അപ്പോൾ അത് ഭാഗത്തേക്ക് ഇപ്പോൾ പോകണ്ട. അന്ത്യകാല ശാസ്ത്രപരമായ ലേഖനമാണ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-2 ലേഖനം. ഈ 2 ലേഖനത്തിൽ ഞാൻ സാധാരണ പറയും 2 ലേഖനത്തിൽ 2 വിഷയമാണ്. 2 വിഷയം. ഇതൊക്കെ നിങ്ങൾക്കറിയാം, ഉപദേശിമാർക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങളതെല്ലാം പഠിച്ചേച്ച് വന്നിരിക്കുക എന്ന് എനിക്കറിയാം. നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോൾ അറിയാം. ഇപ്പം നിങ്ങൾ ചില ചിന്തിക്കും ഇതൊക്കെ പറയാനാണോ ഇത്ര ബന്ധപ്പെട്ട് വന്നത്? ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്നതാണെന്നല്ല പറഞ്ഞിട്ട്, അറിയാൻ മേലാത്ത പറഞ്ഞിട്ട് തന്നെ ആ പ്രയോജനം. അപ്പോൾ 2 ലേഖനം അന്ത്യകാല ശാസ്ത്രപരമായ ലേഖനം. ഈ 2 ലേഖനത്തിൽ 2 വിഷയമാണ്. ആ 2 വിഷയം നമുക്കറിയാൻ 2 പ്രത്യക്ഷതയാണ്. ആ 2 പ്രത്യക്ഷത 2 വ്യക്തികളുടെ പ്രത്യക്ഷതയാണ്. ആ 2 വ്യക്തികൾ, ഒരാള് യേശു ക്രിസ്തു, ഒരാള് എതിർ ക്രിസ്തു. അതില് 2ാമത്തെ ലേഖനം എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാണ്. നമുക്കറിയാം. ഒരു വാക്യം വായിച്ചോ മോളെ തെളിവിന്. ഒരു വാക്യം വായിര്. 2ാം ലേഖനം 2ാം അധ്യായം 9ാം വാക്യം. മോള് പേരെന്തുവാ മോടെ? സ്മിത വായിക്കണം. ഈ നിങ്ങൾക്കെല്ലാം അറിയാം, ഞാൻ ഈ വാക്യം വായിപ്പിക്കുന്നത് ചില ആൾക്കാർ എന്നെ പറ്റി പറയുന്നതിൽ ഒരു അഭിപ്രായം പലതുണ്ട്. ഒന്ന്, അയാൾ വായി വരുന്നതെല്ലാം വിളിച്ചു പറയുമെന്ന്. അപ്പം ആ വിളിച്ചു പറയുന്നത് എന്നെ ഇതിനകത്തുള്ളതാണെന്ന് തെളിയിക്കാൻ വേണ്ടിയാ സ്മിതയെ കൊണ്ട് വായിപ്പിക്കുന്നത്. അല്ലേ നിങ്ങളും ചെല്ല് പറയും, അയാൾ കാഞ്ഞങ്ങാട് വന്ന് വായി വരുന്നതെല്ലാം വിളിച്ചു പറഞ്ഞു വെച്ചു. ജെയ്സൺ പാസ്റ്റോടും ചിലപ്പം വിളിച്ചു, പുള്ളിനെ എന്തിനാ വിളിച്ചത്? അയാൾ ബോധവും വിവരവും ഉള്ളവനല്ല, വായി വരുന്നതല്ല. പറഞ്ഞോന്നറിയത്തില്ല, പറഞ്ഞാലും പുള്ളി പറയത്തുമില്ല. എന്നാലും എന്നെ സ്നേഹിച്ച് വിളിച്ചതിന് നന്ദി. അപ്പം ഈ വായി വരുന്നതെല്ലാം വിളിച്ചു പറയുന്ന ആളാന്നൊരു പേരുണ്ട്. അപ്പം ആ വായി വരുന്നത് എന്നതാന്ന് അറിയാൻ വേണ്ടിയാ, ഇതിനകത്തുള്ള കാര്യമാണെന്നറിയാൻ ആ സ്മിതയെ കൊണ്ട് വായിപ്പിക്കുന്നത്. വായിരു സ്മിത. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത മതി. അപ്പോൾ 2ാം ലേഖനത്തിലെ പ്രധാനപ്പെട്ട വിഷയം അധർമ്മമൂർത്തിയുടെ. നിങ്ങളെ പാട്ടുകാരെ അഭിനന്ദിക്കുന്ന എല്ലാവരും ബൈബിൾ കൊണ്ടുവന്നല്ലോ. ദൈവം നിങ്ങളെല്ലായിടത്തും ഇങ്ങനെ അല്ലയോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വളരെ നന്ന്. ഇപ്പോഴത്തെ മിക്ക പാട്ടുകാരും വേറെ പുസ്തകമൊന്നും കൊണ്ടുവരിക, ചുമ്മാ കാള കളിച്ച് നടക്കുക. മിക്കവരും കൊണ്ടുവരുന്ന പാട്ടുകാരുണ്ട്, അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇതാ ശുശ്രൂഷ, ഇതൊരു ശുശ്രൂഷയാണ്. ചിലർ ചുമ്മാ കുന്തം എടുത്തോണ്ടങ്ങ് ഇറങ്ങുക, വേറെ പുസ്തകം വായിക്കുകയില്ല, കൊണ്ടുവരികയില്ല, പാടുകയില്ല, പ്രാർത്ഥിക്കുകയില്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അല്ല, നല്ലതാണെന്ന് പറയണ്ടേ? കർത്താവ് അങ്ങനെ നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. സ്തോത്രം. അപ്പോൾ 2ാമത്തെ ലേഖനം എന്തിനാ പാട്ടുകാരുടെ പാസ്റ്റർമാർ ചിലർ കൊണ്ടുവരികയല്ലോ. വായിക്കാൻ പറയുമ്പോൾ മൊബൈലിലാണ് വായിക്കുന്ന വന്ന്. അതെ, മിക്കവരും. ഒരാളിനോട് പറഞ്ഞ് കണ്ണ് കാണാൻ പാടില്ലെന്ന്. ഞാൻ പറഞ്ഞു അതിന് കുമ്പനാട്ട് വലിയ ബൈബിളുണ്ടെന്ന് പറഞ്ഞു. വലിയ ബൈബിൾ അതും ഇറക്കിയിട്ടുണ്ട്, കണ്ടിട്ടില്ലേ? വലിയ ബൈബിൾ, അക്ഷരം മുഴുത്തതാണ്. നാളൊരു ഉപദേശത്തോട് പറഞ്ഞ് വായിക്കാൻ. കണ്ണ് പിടിക്കുക, പിന്നെ എന്തിനാ ഇതെടുത്തോണ്ട് നടക്കുന്നേ? മുഴുത്ത ബൈബിളുണ്ട്. ഇല്ല കണ്ണടയില്ലേ? അതുമില്ല. വേറെ പുസ്തകം കൊണ്ടുവരണം. എവിടെയും ഉയർത്താൻ പറ്റുന്ന പുസ്തകം ഈ വേറെ പുസ്തകമാണ്. എല്ലായിടത്തും ദൈവത്തിൻ്റെ മകത്ത്. അത് ഞാൻ ഒക്കെ നിങ്ങൾ നാളെ പറയാം, ഇന്നിപ്പോൾ ഇത് പോട്ടെ. അപ്പോൾ 2ാം ലേഖനത്തിലെ പ്രധാനപ്പെട്ട വിഷയം എതിർ ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത. എതിർ ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത ഒന്നുകൂടെ വായിച്ചേ സ്മിത. 2:9. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത. അധർമ്മമൂർത്തിയായി വരും അന്തിക്രിസ്തുവിനായി. അധർമ്മമൂർത്തിയായി വരും അന്തിക്രിസ്തുവിനായി. വഴി ഒരുക്കും നിസ്സങ്ങൾ
പൂവിൽ വഴി ഒരുക്കും നിസങ്ങൾ എൻ പ്രിയനെ എന്തിനീ താമസമോ എന്നുള്ളത്തിൽ ആശ നിൻ മുഖം കാൺമാൻ എന്നുള്ളത്തിൽ ആശ നിൻ മുഖം കാൺമാൻ. രാഷ്ട്രീയ മത്സരത്തിൻ മധ്യത്തിൽ അവർ ദൈവ രാജ്യത്തെ മറന്നിടുന്നു, ദൈവ രാജ്യത്തെ മറന്നിടുന്നു. രാഷ്ട്രീയ മത്സരത്തിൻ മധ്യത്തിൽ അവർ ദൈവ രാജ്യത്തെ മറന്നിടുന്നു, ദൈവ രാജ്യത്തെ മറന്നിടുന്നു. എൻ പ്രിയനെ എന്തിനീ താമസമോ എന്നുള്ളത്തിൽ ആശ നിൻ മുഖം കാൺമാ, എന്നുള്ളത്തിൽ ആശ നിൻ മുഖം കാൺമാ. എന്തായാലും ഇവരെ വിളിച്ചത് നന്നായി. എനിക്കും 2 ശീല് പാടാൻ തോന്നുന്നുണ്ട്. ജയ്സൺ മാസ്റ്റർ വിളിച്ചതാണ്. ആരേലും ആട്ടെ, നന്നായി. ചിലയിടത്ത് പാടുമ്പോൾ ഞാൻ പാടി തീരുമ്പോൾ അവർ ഒപ്പിച്ചുകൊണ്ട് വരും. അവരൊപ്പിക്കുമ്പോൾ ഞാൻ നിർത്തുകയും ചെയ്യും. ഏതായാലും ഇത് ഇണക്കിയത് നന്നായി. ഇന്നാൾ പറഞ്ഞപ്പോൾ ഒരാൾ ചോദിച്ചു, ഇയാളെ പാടാൻ വിളിച്ചതല്ലല്ലോ എന്ന്. എല്ലാത്തിനും ഉണ്ടല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, ഇടയിൽ സ്വർഗത്തിൽ ചെന്നാലും പാട്ടേ ഉള്ളൂ, അവിടെ പ്രസംഗം ഇല്ല. ആട്ടെ, അപ്പൊ ശ്രദ്ധിക്കുക. 2 ലേഖനം എഴുതി. 2 ലേഖനത്തിൽ 2 വ്യക്തികളുടെ പ്രത്യക്ഷത. ആ 2 വ്യക്തികൾ, ഒന്ന് യേശു ക്രിസ്തു, 2 എതിർ ക്രിസ്തു. 2 ലേഖനത്തിന്റെ വിഷയം എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. അതിന്റെ വാക്യമായി ഇപ്പം വായിച്ചു കേട്ടത് 2 ലേഖനം 2:9, തെസ്സലോനിക്ക ലേഖനം. അധർമ്മമൂർത്തികളുടെ പ്രത്യക്ഷത. അതെ, 1 ലേഖനത്തിലെ വിഷയം യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. 1 ലേഖനം നിങ്ങൾക്കറിയാം. 1 ലേഖനത്തിൽ 5 അധ്യായങ്ങളുണ്ട്. 5 അല്ലേ സ്മിതേ? എത്ര അധ്യായമുണ്ട്? അത് നോക്കിയില്ലെന്നാ തോന്നുന്നത്. മൈക്കിൽ കൂടെ പറ. 5. എന്നാ ഒരു നാണം. അപ്പോൾ 1 ലേഖനത്തിന് 5 അധ്യായമുണ്ട്. 5 അധ്യായത്തിലും പൗലോസ് വളരെ സ്പഷ്ടമായിട്ട് തെളിയിച്ചു, യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടും. ഞാൻ വാക്യം പറയാം, വായിക്കണം. കാരണം ഇത് വായി വരുന്നതെല്ലാം പറയുന്ന ചിലരുടെ അഭിപ്രായം. അതല്ല, വചനത്തിൽ നിന്നാണ് തെളിയിക്കാനായി വായിപ്പിക്കുന്നത്. 1 അധ്യായത്തിന്റെ 9, 10, 2 അധ്യായത്തിന്റെ 19, 3 അധ്യായത്തിന്റെ 13, 4 അധ്യായത്തിന്റെ 13 മുതൽ താഴോട്ട് 18 വരെ, 5 അധ്യായത്തിന്റെ 23 ഈ വാക്യങ്ങൾ വായിച്ച് 1-ന്റെ 9, 10 ആയിരം. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചുവെന്ന് ജീവനുള്ള സത്യദൈവത്തെ സേവിക്കുവാൻ അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നതിനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത്. അപ്പം യേശു പ്രത്യക്ഷപ്പെടുമെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. സ്വർഗത്തിൽ നിന്ന് വരുന്നെന്ന്. സ്വർഗത്തിൽ നിന്ന് വരുന്നത്. അപ്പൊ യേശു വരും. ഇനി 2-ന്റെ 19 വായിര്. നമ്മുടെ കർത്താവായ യേശുവിന്റെ മുമ്പാകെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുൻപാകെ അവന്റെ പ്രത്യക്ഷതയിൽ, അവിടുത്തെ പ്രത്യക്ഷത. യേശു വീണ്ടും പ്രത്യക്ഷപ്പെടുവാൻ. 2-ന്റെ 19, 3:13 വായിര്. 3:13.
ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷത അവിടെയും യേശു പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിച്ചു. ഇനി 4:13 മുതൽ എല്ലാ അറിവുള്ള വാക്യമാവായിര്. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെടുക്കുകയും ചെയ്തു പോകാൻ വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടുവരെ യേശു മുഖാന്തരം അവനോട് കൂടെ വരുത്തും. അടുത്ത വാക്യം, കർത്താവിന്റെ പ്രത്യക്ഷത വരെ അവിടെയും പ്രത്യക്ഷപ്പെടും. പിന്നെ 16 വാക്യം എല്ലാവർക്കും മനപ്പാടമാ. കർത്താവ് താൻ അത് പറയണ്ട, എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ 4-ാം അധ്യായത്തിന്റെ 13 മുതൽ താഴോട്ട് പഠിക്കുമ്പോഴും യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിച്ചു. ഇനി 5-ാം അധ്യായത്തിന്റെ 23, സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത മതി. അപ്പോൾ 5 അധ്യായം 1-ാം ലേഖനത്തിലുണ്ട്. 5 അധ്യായത്തിലും പൗലോസ് അടുക്കിടക്കായിട്ട് പറഞ്ഞു തെളിയിക്കുക യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടും. അപ്പോൾ 1-ാം ലേഖനത്തിലെ പ്രധാനപ്പെട്ട വിഷയം യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയാണ്. ദൈവത്തിൻ്റെ മകത്ത് യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത. ചിലർക്ക് ഇപ്പോൾ സംശയമാണ് യേശു ക്രിസ്തു. ചിലർക്ക് തർക്കമുണ്ടല്ലോ, എവിടുന്നാ വന്ന് എങ്ങോട്ടാ പോയത്. അത് തർക്കം ഉണ്ടാക്കാതിരിക്കാൻ കർത്താവ് ഡയറക്റ്റ് പറഞ്ഞേച്ചാ പോയത്. എവിടുന്നാ വന്നത്, എന്തിനാ വന്നത്, എങ്ങോട്ടാ പോയത്, ഇനിയും വരുമോ, ഇതൊക്കെ ഇതിനകത്തുണ്ട്. അത് ഞാൻ പിന്നെ പറയാം. അപ്പോൾ 5 അധ്യായത്തിലും വളരെ സ്പഷ്ടമായിട്ട് തെളിയിച്ചു യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടും. ഇന്ന് രാത്രി ഇവിടെ കൂടപ്പെട്ട ദൈവമക്കളുടെ പ്രതീക്ഷയും പ്രത്യാശയതാ യേശു പ്രത്യക്ഷപ്പെടും. സ്തോത്രം. അതെ, ഈ 1-ാം അധ്യായത്തിന്റെ 9-ൽ പൗലോസ് തെസ്സലോനിക്കരോട് ചോദിക്കുക, അല്ലയോ തെസ്സലോനിക്കരെ, ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു? ഞാൻ പറയുമ്പോൾ മൈക്ക് കൂടെ പറയണതിനല്ലേ മൈക്ക് തന്നത്. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ എങ്ങനെയാ വന്നെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നവർക്കറിയാം. പൗലോസിന്റെ മിഷനറി യാത്രയിലായി തെസ്സലോനിക്കയിലെത്തിയത്. ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കി. പണ്ടൊക്കെ അങ്ങനെ പരിശുദ്ധാത്മാവാ വിലക്കുന്നത്. ഇപ്പം പിന്നെ ചില സഭയിലെ സെക്രട്ടറി, കമ്മിറ്റി, ട്രഷറർ, കാശുള്ളവര്, കാശില്ലാത്തവന് എല്ലാം കണക്കാ, അവരാ വിലക്കുന്നത്. ഇത് പരിശുദ്ധാത്മാവാ വിലക്കിയത്. പരിശുദ്ധാത്മാവ് വിലക്കി. അവിടെ പറയണ്ട, ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കി. അവർ അപ്പോൾ ആ വിലക്കനുസരിച്ച് മുൻപോട്ട് യാത്ര ചെയ്ത് എന്തിനേറെ വിവരിക്കാൻ നേരമില്ല. അങ്ങനെ പിന്നെ ഫിലിപ്പിയയിലെത്തി. അവിടുത്തെ പ്രശ്നമൊക്കെ അറിയാമല്ലോ. അതെല്ലാം കഴിഞ്ഞ് ഒടുവിൽ ഇവരെ അംഫിപോലിസിൽ എത്തി. വായിച്ചേ മോളെ 17-ാം അധ്യായത്തിന്റെ 1 മുതൽ. അപ്പോസ്തല പ്രവൃത്തി 17-ന്റെ 1 മുതൽ വായിര്. അവൻ അംഫിപോലിസിലും അപ്പോലോനിയിലും കൂടി കടന്ന്. ഒന്നുകൂടെ വായിച്ചേ. അവർ അംഫിപോലിസിലും അപ്പോലോനിയയിലും കൂടെ കടന്ന് തെസ്സലോനിക്കയിലെത്തി. അവിടെ യഹൂദന്മാരുടെ ഒരു പള്ളി ഉണ്ടായിരുന്നു. പൗലോസ് പതിവ് പോലെ അവരുടെ അടുക്കൽ ചെന്ന് 3 ശബ്ദത്തിൽ തിരുവെഴുത്തുകളെ ആധാരമാക്കി അവരോട് വാദിച്ചു. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യേണ്ടത് എന്നും ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന ഈ യേശു തന്നെ ക്രിസ്തു എന്നും തെളിയിച്ച് വിവരിച്ചുകൊണ്ടിരുന്നു. അവരിൽ ചിലരും യഹൂദന്മാരെ കുറച്ചു പേര്, പിന്നെ ഭക്തിയുള്ള യവനന്മാരിൽ ഒരു വലിയ കൂട്ടവും മാന്യ സ്ത്രീകളിൽ അനേകരും വിശ്വസിച്ച് പൗലോസിനോടും ശീലാസിനോടും ചേർന്നു. ഇങ്ങനെയാണ് തെസ്സലോനിക്കയിൽ ഒരു സഭ ഉണ്ടാകുന്നത്. 3 ശബ്ദത്തിൽ തിരുവെഴുത്തിനെ ആധാരമാക്കി വചനം പറഞ്ഞു. നമ്മുടെ അടിസ്ഥാന ആധാരം തിരുവെഴുത്ത, അതിനെ അടിസ്ഥാനമാക്കി വേണം പറയാൻ. അപ്പോൾ തിരുവെഴുത്തെ അടിസ്ഥാനമാക്കി ആധാരമാക്കി പൗലോസ് ദൈവത്തിന്റെ വചനം പറഞ്ഞു. അപ്പോൾ യഹൂദന്മാര് കുറച്ചു പേരും യവനന്മാര് വലിയ കൂട്ടവും മാന്യ സ്ത്രീകൾ കുറച്ചു പേര്, ഇവരെല്ലാം രക്ഷിക്കപ്പെട്ടു. അങ്ങനെ തെസ്സലോനിക്കയിൽ ഒരനുഗ്രഹിക്കപ്പെട്ട സഭയുണ്ടായി. എല്ലാ ഭാഗവും എടുക്കുന്നില്ല. ഈ സഭയുടെ വിശേഷതയുണ്ട്. തെസ്സലോനിക്ക സഭയുടെ ഒന്ന്, ഇവരുടെ വിശ്വാസം വിശ്വപ്രസിദ്ധമാണ്.
തെസലോനിക്കരുടെ 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം വായിച്ചേ മോളെ. 1:8. തെസലോനിക്കർ 1:8. നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിന്റെ വചനം മുഴങ്ങിച്ചെന്നത് മക്കെദോന്യയിലും അഖായയിലും മാത്രമല്ല, എല്ലായിടവും നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം പ്രസിദ്ധമായിരുന്നു. എല്ലായിടവും നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം പ്രസിദ്ധമാണ്. അപ്പൊ ശ്രദ്ധിച്ചേ, ഇവരുടെ ക്വാളിറ്റി, ഇവരുടെ വിശ്വാസം വളരെ പ്രസിദ്ധമാണ്. തെസലോനിക്കരുടെ വലിയ പ്രസിദ്ധം. റോമാക്കാരുടെ വിശ്വാസവും ലോക പ്രസിദ്ധമാണ്. അപ്പോൾ വളരെ വിശ്വപ്രസിദ്ധമായ വിശ്വാസമായിരുന്നു തെസലോനിക്കരുടെ. ഇവരുടെ വിശേഷത എല്ലാം എടുക്കുന്നില്ല. 2, ഇവരുടെ ഒരു ക്വാളിറ്റി, ഇവര് സന്തോഷത്തോടെ വചനം കൈക്കൊള്ളും. വെറും സന്തോഷമല്ല, പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ. ചുമ്മാ വന്ന് കുത്തിയിരിക്കുകയല്ല, ചുമ്മാ ഇങ്ങനെ നോക്കിയിരിക്കുകയല്ല. പണ്ടൊരാൾ പറഞ്ഞ പോലെ കണ്ണും തുറക്കുകയല്ല, പാലും കുടിക്കുകയല്ല. അങ്ങനൊന്നുമല്ല. ചിലയിടങ്ങളിൽ ചിലര് യോഗത്തിന് വരുന്നത് ഈ സന്തോഷത്തോടെ വചനം കൈക്കൊള്ളാനൊന്നുമല്ല. നമ്മൾ ഒരു ദിവസമെങ്കിലും പോയില്ലെങ്കിൽ, കേട്ടിട്ടില്ലേ, ഒരു ദിവസമെങ്കിലും പോയില്ലെങ്കിൽ മോശമാണ്. ജെയ്സൺ പാസ്റ്റർ അത്രയും ദൂരം നമ്മുടെ യോഗത്തിന് വന്നതാണ്. അപ്പോൾ ആ ഡിസ്ട്രിക്റ്റിൻ്റെ യോഗം നടത്തുമ്പോൾ നമ്മൾ ഒരു ദിവസമെങ്കിലും പോയില്ലെങ്കിൽ മിണ്ടുന്നില്ല. ചെല്ല് പറയുന്നത് ആരെങ്കിലും ഒരാളെങ്കിലും, മനസ്സിലാകുന്നില്ലേ? ചെല്ല് പറയുന്നത് താമസിച്ചാലും അത്തറ്റ് ഒന്ന് എന്ന് വെച്ച് തല കാണിച്ചേച്ച് എന്നെ എല്ലാവരും സങ്കടപ്പെട്ടിരിക്കുന്നത്. താമസിച്ചല്ല, പുറകിലെങ്ങാനും പോയിരുന്ന തല കാണിച്ചേച്ച് അങ്ങനെ വരുന്നവരുണ്ട്. പുറകിരിക്കുന്ന നിങ്ങളുടെ കാര്യമല്ല, അങ്ങനെ വന്നവരുടെ കാര്യമാണ്. ഒന്ന് തല കാണിച്ചേച്ച് ചെല്ല് പറയുന്ന സ്വോത്രകാഴ്ച ഉണ്ടെങ്കിൽ അത് എടുത്തു കഴിഞ്ഞ് നമുക്ക് അങ്ങോട്ട്, ഇവിടെ അതില്ല, മതി. ഇങ്ങനെ ചെല്ല് പറയുന്നത് ഇപ്പം ഇന്ന് വേറെ പ്രോഗ്രാം ഇല്ല, എന്നാൽ പിന്നെ അങ്ങോട്ട് തന്നെ പോയേക്കാം. അങ്ങനെ വരുന്ന നല്ല ഉദ്ദേശത്തോടെ വരുന്നവരുമുണ്ട്. അവരെ കണ്ടാൽ അറിയാം, അവരോടൊന്നും പറയണ്ട. അവരിതെല്ലാം നോക്കിയും കണ്ടും ചെയ്യും, നല്ല ഉദ്ദേശത്തോടെ വരുന്നവർ. ഞാൻ അതൊക്കെ വിശദീകരിച്ച് പറഞ്ഞാൽ ചിലപ്പം നാളെ ഇത്രയും പേരും കൂടെ കാണുകയില്ല. ജെയ്സൺ പാസ്റ്റർ ചിലപ്പോൾ ചിന്തിക്കും, ദൈവമേ ഉള്ള കഞ്ഞികളിലും കൂടെ വേണ്ട, ഒന്നും പറയുന്നില്ല, വിശദീകരിക്കുന്നില്ല. അപ്പോൾ തെസലോനിക്ക വിശ്വാസികളുടെ വിശേഷത, 1, ഇവരുടെ വിശ്വാസം വിശ്വപ്രസിദ്ധമാണ്. 2ാമത്തെ ഇവരുടെ വിശേഷത, ഇവർ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ വചനം കൈക്കൊള്ളും. മോളെയാണ്ട 1-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം വായിച്ചേ. ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട്. അങ്ങനെ വേണം കൈക്കൊള്ളാൻ. ഇന്ന് രാത്രി നമ്മൾ അധികം ആളൊന്നുമില്ലെങ്കിൽ ഇത്രയും പേര് ടൗണിൽ വന്നല്ലോ, വലിയ കാര്യമാണ്. ദൈവത്തിന് മകത വന്നവര് എങ്ങനെയാ വചനം കൈക്കൊള്ളണ്ടേ? പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊള്ളണം. സങ്കടപ്പെട്ടും ദുഃഖിച്ചും നിരാശപ്പെട്ടും മനം നൊന്തു അല്ല വചനം കൈക്കൊള്ളേണ്ടത്. പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ വചനം കൈക്കൊള്ളണം. ഇപ്പം നിങ്ങൾ പറയുക, സ്തോത്രം, ഞങ്ങൾക്ക് അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ ഞങ്ങൾ ചില തീച്ചൂളയ്ക്കകത്തൂടെ പോവുക, ചില പ്രതിസന്ധിയിൽ കൂടെ ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ട്. അതെ, ഇവരും അങ്ങനെ ബഹുകഷ്ടമായി ഇവർക്ക്. ഒന്നല്ല, ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ. ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്ന ചിലർ രോഗികൾ കാണും, കടഭാരമുള്ളവർ കാണും, ബുദ്ധിമുട്ടുള്ളവർ കാണും, പോരാട്ടങ്ങളിൽ കൂടി പോകുന്നവർ കാണും, ചുറ്റുപാടിന് എതിർപ്പുള്ളവർ കാണും, സുവിശേഷ വിരോധികളാൽ പീഡ അനുഭവിക്കുന്നവർ കാണും, പറയാൻ പറ്റുന്ന വിഷയം കാണും, പറയാൻ പാടില്ലാത്ത വിഷയം കാണും, മനോദുഃഖത്തോടെ മനോവേദനയോടെ ഒക്കെ വന്നവർ കാണും. പക്ഷേ ഒരു കാര്യം നിങ്ങളോട് പറയാൻ വന്നിരിക്കുന്ന നിങ്ങൾ എങ്ങനെ ദൈവത്തിൻ്റെ വചനം കൈക്കൊള്ളണമെന്ന് വചനത്തിൽ തന്നെ പറയുക. പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ. നിരാശപ്പെട്ടും മനം തൊന്നും ക്ഷീണിച്ചും മടുത്തു വന്നും വചനം കൈക്കൊള്ളരുത്. പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ വചനം കൈക്കൊള്ളണം. അപ്പോൾ തെസലോനിക്ക വിശ്വാസികളുടെ വിശേഷത, 1, ഇവരുടെ വിശ്വാസം വിശ്വപ്രസിദ്ധം. 2, ഇവര് പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു.
മൂന്നാമത്തെ ഇവരുടെ ഒരു ക്വാളിറ്റി എപ്പോഴും ഞാൻ പറയുന്നതാണ്, ഇവര് നല്ലതുപോലെ വേർപാട് പാലിക്കുന്നവരാ. മോളെ 9-10 വാക്യം ഒന്നുകൂടെ വായിച്ചേ. 1-ന്റെ ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു എന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനും നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് വിട്ടു. അവിടെ പദം കണ്ടോ, വിട്ടു. എല്ലാം തെളിയിച്ചു പോകുന്നില്ല. ഇവരുടെ മൂന്നാമത്തെ വിശേഷത, ഇവര് വേർപാട് പാലിച്ച വിശ്വാസികളാണ്. വിഗ്രഹമെന്നല്ല, എങ്ങനെ വിഗ്രഹങ്ങളെ, ബഹുവചനമാ. നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന വിഗ്രഹം മാത്രമല്ല, സകലത്തെ ഇവര് വിട്ടു, എല്ലാം വിട്ടു. നേരത്തെ ആചരിച്ച് അനുഷ്ഠിച്ച് പിന്തുടർന്ന മാമൂലുകൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, പാരമ്പര്യങ്ങൾ, അങ്ങനെ ഒത്തിരി ഉണ്ട്. അതെല്ലാത്തിൻ്റെ ലിസ്റ്റ് ഇപ്പം പറയാൻ നേരമില്ല. അത് മുഴുവൻ ഇവർ വിട്ടു. വിടാനുണ്ടായ കാര്യം എന്നാണെന്നറിയാമോ? സുവിശേഷമകത്ത് വന്നതാണ്. ദൈവത്തിൻ്റെ മഹത്വം. ശരിയായ നിലയിൽ സുവിശേഷമകത്ത് വന്നാൽ ഇത് സംഭവിക്കും. അതുകൊണ്ടാണ് ഇന്ന് രാത്രി വായിച്ച കുറുവാക്യത്തിലേക്ക് നമുക്ക് വീണ്ടും മടങ്ങി വരാം. 1-5. ഞങ്ങളുടെ സുവിശേഷം വചനമായിട്ട് മാത്രമല്ല, ഇന്ന് രാത്രി അല്പസമയങ്ങൾ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന സുവിശേഷത്തെ പറ്റിയാണ്. ദൈവത്തിന് മഹത്വം. ഇന്ന് വളരെ ലളിതമായി ശാന്തമായിട്ട് ചില കാര്യം ചിന്തിക്കാം. നാളെ നമുക്ക് ആ നിലയിൽ വീണ്ടും ചിന്തിക്കാം. ദൈവത്തിന് മഹത്വം. ഈ തെസ്സലോനിക്ക വിശ്വാസികൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികൾ. 1, ഇവരുടെ വിശ്വാസം വിശ്വപ്രസിദ്ധം. 2, ഇവര് സന്തോഷത്തോടെ, പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടവരാ. 3, വേർപാട് പാലിച്ചവരാ. വേർപാട്. പിന്നെ വേറൊരു വാക്യമുണ്ട്, ഇവര് മാതൃകാ വിശ്വാസികളായിരുന്നു. മാതൃക 1-7 വാക്യം വായിച്ചേ. അങ്ങനെ നിങ്ങൾ മഖദോനിയയിലും അഖായയിലും വിശ്വസിക്കുന്നവർക്കെല്ലാവർക്കും മാതൃകയായി തീർന്നു. മാതൃകാ വിശ്വാസികൾ. അപ്പം വിശേഷമായ എത്ര കാര്യങ്ങളാ. എല്ലാ ഭാഗത്തേക്കും പോകുന്നില്ല. ഇന്ന് രാത്രി വളരെ ശാന്തമായിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. ദൈവത്തിൻ്റെ മഹത്വം. വളരെ ശാന്തമായിട്ട്. 1, ഇവരുടെ വിശ്വാസം വിശ്വപ്രസിദ്ധം. 2, ഇവര് പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊള്ളുന്ന വിശ്വാസികൾ. 3, വേർപാട്, വിഗ്രഹങ്ങളെ വിട്ടു വേർപാട് പാലിച്ച വിശ്വാസികൾ. 4, എല്ലാവർക്കും മാതൃകാ വിശ്വാസികൾ. ഇങ്ങനെയുള്ളവര് 10 എണ്ണം ദേശത്തുണ്ടെങ്കിൽ ദേശം വിടുവിക്കപ്പെടും. സ്തോത്രം. ഓരോ ജില്ലയിലും ഇതുപോലൊരു 10 എണ്ണം ഉണ്ടെങ്കിൽ ഇല്ലേ, എല്ലാം വിടുവിക്കപ്പെടും. അവിടെ ആ ഭാഗത്തേക്ക് ഇന്ന് പോകുന്നില്ല. ഒക്കെ നിങ്ങൾക്ക് നാളെ നമുക്ക് ആ മേഖലയൊക്കെ ഒന്ന് കയറി ഇറങ്ങാൻ താല്പര്യമുണ്ട്. ഇന്നിപ്പം ഞാൻ വന്നതിൻ്റെ ആരംഭ സമയമല്ലേ, അത് വേണ്ട, അതുകൊണ്ടാണ്. അപ്പം അങ്ങനെയുള്ള ഈ വിശ്വാസികൾ ഈ വേർപാട് പാലിക്കാൻ, സന്തോഷത്തോടെ തിരുവചനം കൈക്കൊള്ളാൻ, മാതൃകാ വിശ്വാസികളായി തീരുവാൻ ഇടയായത് സുവിശേഷം വന്നതുകൊണ്ടാണ്. അതാണ് 1-5 പൗലോസ് പറഞ്ഞത്. ഒന്നുകൂടെ വായിരും. 1-5. ഞങ്ങളുടെ സുവിശേഷം വചനമായിട്ട് മാത്രമല്ല. ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, സുവിശേഷം വചനമായിട്ട് മാത്രമല്ല. ഇന്ന് രാത്രി അല്പസമയങ്ങൾ നമ്മൾ ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ചെറിയ വിഷയം, സുവിശേഷത്തിന്റെ വിശേഷത. സുവിശേഷത്തിന്റെ അതാണ് നമ്മുടെ പ്രധാന പോയിന്റ്. അതാ സുവിശേഷത്തിന്റെ വിശേഷത. വളരെ ബന്ധപ്പെട്ടും കഷ്ടപ്പെട്ടും ആ യോഗം ഇങ്ങനെ നടത്തുന്നത്. ഇത് സുവിശേഷ യോഗമാണ്. സെൻറ്ററിൻ്റെ കൺവെൻഷനായി എന്നിരുന്നാലും സുവിശേഷ യോഗമാണ്. അതുകൊണ്ട് ഈ പ്രാരംഭ സമയം അങ്ങനെയുള്ള ചില കാര്യങ്ങളൊന്ന് ചിന്തിക്കാം. സുവിശേഷത്തിൻ്റെ വിശേഷത ഇതെല്ലാം നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ ഓർപ്പിക്കട്ടെ, എന്താണ് സുവിശേഷം? എല്ലാവർക്കും അറിയാം, നസറായനാകുന്ന യേശു ക്രിസ്തു. തിമോത്തിയോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം, ദാവീദിന്റെ സന്തതിയായി ജനിച്ച്
മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന ആ. യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. ആ. അതാകുന്നു എന്റെ സുവിശേഷം. അപ്പൊ ശ്രദ്ധിക്കുക, തർക്കമില്ലല്ലോ. എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. ഒന്നും വിവരിക്കുന്നില്ല. മൂന്നാമത്തെ ഒരു ചിന്ത, എന്താണ് സുവിശേഷത്തിന്റെ വിശേഷത? അതാ ഇന്ന് രാത്രിയിലെ പ്രധാന വിഷയം. സുവിശേഷത്തിന്റെ വിശേഷത. എന്നെ കേൾക്കുന്ന പ്രിയരെ, സുവിശേഷത്തിന് വിശേഷതയുണ്ട്. അതെല്ലാം ഒന്നും വർണ്ണിക്കാനും വിവരിക്കാനും പറയാനും സമയവും അനുവദിക്കത്തില്ല. അത് പറയാൻ നമ്മൾ ആളുമല്ല. എങ്കിൽ അറിവുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. സുവിശേഷത്തിൻ്റെ വിശേഷത ഒന്ന് രണ്ട് കാര്യം വചനത്തിൽ നിന്ന് നമുക്ക് ഇന്ന് രാത്രി ചിന്തിക്കാം. ഇന്ന് രാത്രി ഈ സുവിശേഷത്താൽ ആകൃഷ്ടരായി സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന, സുവിശേഷത്തിന് വേണ്ടി ചുമല കൊടുക്കുന്ന ബഹുമാനരായ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. എന്താണ് സുവിശേഷത്തിൻ്റെ വിശേഷത? ചില കാര്യങ്ങൾ ചിന്തിക്കാം. ഒന്ന് വായിച്ചേ, റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം. എല്ലാം നമുക്ക് അറിവുള്ള വാക്യമെങ്കിലും വായിച്ചോ. റോമർ 1:16. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. അപ്പൊ ശ്രദ്ധിക്കുക, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, എന്താണ് സുവിശേഷത്തിന്റെ വിശേഷത? ഒറ്റ വാക്ക് പറയാം, സുവിശേഷം മനുഷ്യനെ രക്ഷിക്കുന്ന മാർഗമാണ്. ഇന്ന് രാത്രി മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ ഒരേ ഒരു മാർഗം, മനുഷ്യജാതിയെ രക്ഷപ്പെടുത്തുവാൻ ഒരേ ഒരു വഴി, മനുഷ്യനെ രക്ഷയിലേക്ക് നടത്തുവാൻ ഒരേ ഒരു വാതിൽ, അത് മറ്റൊന്നുമല്ല, നസ്രായനാകുന്ന യേശു ക്രിസ്തു. അതാണ് സുവിശേഷം. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. ഇന്ന് രാത്രി സുവിശേഷം രക്ഷിക്കുന്ന മാർഗമാണ്. പണം കൊടുത്താലൊന്നും രക്ഷപ്പെടുകയില്ല, രക്ഷപ്പെടാനൊക്കത്തില്ല. മതങ്ങൾ പഠിപ്പിക്കുന്നതെല്ലാം കൊണ്ടുപോവാ രക്ഷപ്പെടുകയില്ല. ദൈവത്തിന് ഇത് ആവശ്യവുമില്ല. ദൈവത്തിന് ആവശ്യം നമ്മളെയാണ്. ഞാൻ എപ്പോഴും പറയും, വായിച്ചേ ആ മീഖാ പ്രവചനം 6:6 വായിച്ചേ. വല്ലതും കൊണ്ട് കൊടുത്താൽ ഏക്കുവെന്ന്. മീഖാ 6:6 പെട്ടെന്ന് വായിച്ചു. അറിവുള്ള വാക്യമെങ്കിലും വായിച്ചു. എന്തെന്നുകൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന്, എന്തോന്നും കൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന്, അത്യുന്നത ദൈവത്തിന്റെ മുമ്പാകെ അത്യുന്നതനായ ദൈവത്തിന്റെ മുമ്പാകെ കുമ്പിടേണ്ടു. ഞാൻ ഹോമയാഗങ്ങളോടും 1 വയസ്സ് പ്രായമുള്ള കാളക്കിടാങ്ങളോടും കൂടെ അവന്റെ സന്നിധിയിൽ ചെല്ലും. അപ്പൊ ശ്രദ്ധിച്ചേ, നമ്മള് ഭൗതികമായി എന്തെങ്കിലുമായിട്ട് അങ്ങോട്ട് ചെന്നാൽ രക്ഷപ്പെടുമോ? ഇല്ല. വളരെ സ്പഷ്ടമായിട്ട് എഴുതിയിരിക്കുക. എന്തോന്നുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചെല്ലും? ദൈവസന്നിധിയിൽ. നിന്റെ ആടും വേണ്ട, മാടും വേണ്ട, ഏത്തക്കൊലയും വേണ്ട, വാഴക്കൊലയും വേണ്ട, കരിക്കും വേണ്ട, കരിക്കും വെള്ളവും വേണ്ട, അരിയും വേണ്ട, മണിയും വേണ്ട, ഗിണിയും വേണ്ട, തുണിയും ഒന്നും വേണ്ട. ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നിട്ട് കാര്യവുമില്ല, പ്രയോജനവുമില്ല. അത് പ്രവാചകൻ ചോദിക്കുക, എന്തോന്നും കൊണ്ട് ഞാൻ അങ്ങോട്ട് ചെല്ലും? അടുത്തത്, ഞാൻ ഹോമയാഗങ്ങളോടും 1 വയസ്സ് പ്രായമുള്ള കാളക്കിടാങ്ങളോടും കൂടെ. അപ്പൊ ആടിനെയോ കാളയോ പോത്തിനെയോ മറ്റു വന്യജീവികളെ, മൃഗങ്ങളെ, കന്നുകാലികളെയൊക്കെ അങ്ങോട്ട് കൊണ്ടുചെന്നിട്ട് ഏക്കുമോ? ഒന്നും ഏക്കത്തില്ല, ഒന്നും ഏക്കുകയില്ല. അടുത്തത്, 1000 ആട്ടുകൊറ്റനിലും 10,000 തൈല നദിയിലും യഹോവ പ്രസാദിക്കുമോ? ഇതിലൊന്നും പ്രസാദിക്കത്തില്ല. നിന്റെ ആടിന്റെ മേലും കാളയുടെ മേലും ഒന്നും പ്രസാദിക്കുന്നവനല്ല ദൈവം. തൈല നദി, എണ്ണ, വെളിച്ചെണ്ണ, മെഴുകുതിരി, ഇത് വല്ലതും കൊടുത്താൽ ഏക്കുമോ? പ്രസാദിക്കുമോ? ഇല്ലെന്നാ പറഞ്ഞ എൻ്റെ അർത്ഥം. ദൈവം തമ്പുരാൻ തൈല നദി ഒഴുക്കിക്കൊണ്ടിരിക്കുക. എന്നാലാ നമ്മൾ 2 തോടം ഏക്കുകയല്ല. ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നിട്ടും വലിയ കാര്യമില്ല. അടുത്തത്, എന്റെ അതിക്രമത്തിന് വേണ്ടി ഞാൻ എന്റെ ആദ്യജാതനെയും ഞാൻ ചെയ്ത പാപത്തിന് വേണ്ടി എന്റെ ഉദരഫലത്തെയും കൊടുക്കണമോ? നരബലിയും പ്രസാദിക്കുകയല്ല. മന്ത്രവാദി പറഞ്ഞു കാണും, നിധി കിട്ടും കൊച്ചിനെ കണ്ടിക്കാൻ. എങ്ങനെയുണ്ട്? കുമ്പനാടിനപ്പുറേ, പത്തനംതിട്ടയ്ക്കിപ്പുറേ എലന്തൂരിലെ ഒരു സഹോദരി കൊന്നല്ലോ, വായിച്ച് അടുത്ത കാലത്ത് ഇല്ലേ? അയാളുടെ പേര് എന്തുവാ? എന്നാ ലൈല. അയാളുടെ പേര്
ഭഗവത് സിംഗ്, അയാൾ രാത്രി സിംഗാ, പകൽ സിംഗ് ഒന്നും അല്ല. ആള് പകൽ സിംഗ് അല്ല, ഇരുട്ട് സിംഗാ. ലൈലയൊക്കെ ശ്രദ്ധിച്ചോണം, ലൈലയും ഷൈലയും. നരബലിയിൽ പ്രസാദിക്കുന്നവനല്ല ദൈവം. മനുഷ്യനെ കൊന്നേച്ച് വരുമ്പോൾ പ്രസാദിക്കുന്നവനല്ല ദൈവം. ദൈവം ആരാ? മരിച്ചവരെ ഉയർപ്പിക്കുന്നവനാ. അപ്പൊ ശ്രദ്ധിക്കുക, ആദിജാതനെയോ ഉദരബലത്തെയോ കണ്ടിച്ചാൽ അവൻ കഷണം കഷണമായി നുറുക്കിയാൽ ദൈവം അതിലൊന്നും പ്രസാദിക്കുകയല്ല. മന്ത്രവാദികളും ആഭിചാരകന്മാരും കൈനോട്ടക്കാരും അങ്ങനെയുള്ള ചില ആൾക്കാരുണ്ട്. ചിലര്, എല്ലാവരുമല്ല, ചിലര് ഇങ്ങനെയുള്ള കുബുദ്ധിയൊക്കെ പറഞ്ഞു തരും. ചെയ്താൽ അതുകൊണ്ട് ഗുണമില്ല, തന്നെയല്ല, അത് ശരിയല്ല. അപ്പൊ ഇത് വല്ലതും തരണോ? അതും വേണ്ട. അടുത്ത വാക്യം, അടുത്തത്. മനുഷ്യ, ശ്രദ്ധിച്ചു കേക്ക്. മനുഷ്യ, നല്ലത് എന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. നല്ലത് എന്താന്ന് കാണിച്ചു. എന്തുവാ നല്ലത്? അടുത്ത വാക്യം. ന്യായം പ്രവർത്തിപ്പാനും. ഒന്ന്, ന്യായം പ്രവർത്തിക്കണം. അത് അത്യാവശ്യമായി ന്യായം പ്രവർത്തിക്കുവാനും. രണ്ട്, ദയാതൽപരനായിട്ടിരിപ്പാനും. നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ. മൂന്ന്, നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനുമല്ലാതെ. താഴ്മയോടെ നടപ്പാനുമല്ലാതെ എന്താകുന്നു വേറെ എന്തുവാ ദൈവം ചോദിക്കുന്നത്? ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ഒന്ന് ന്യായം പ്രവർത്തിക്കണം. അതിനാ മുഴുവൻ ന്യായക്കേടായി കാണുന്നത്? മുഴുവൻ ന്യായക്കേടല്ലേ? അതെ, എല്ലാം ന്യായക്കേട്. നീതിക്ക് ന്യായത്തിന് നിരക്കുന്നതാണോ ചെയ്യുന്നത്? അല്ല. ഇപ്പൊ ഉദാഹരണം, നമ്മളൊക്കെ വണ്ടിയെ വരുന്നവരാ, ഉദാഹരണമാണ്. ഈ ഒരു സൈഡിൽ തന്നെ രണ്ട് ഇത് എന്താ ട്രാക്ക് ഇട്ടിരിക്കുക. അതിലാ ഈ നടുക്ക് ഭാഗത്തൂടെ പോണ്ടത് സ്പീഡിൽ പോകേണ്ട വണ്ടിയാ അല്ലേ? അങ്ങനല്ലേ? മൂന്നാമത് നടുക്കോട്ട്, ഓരത്തിൽ നിന്ന് ഇങ്ങോട്ട് നടുക്കോട്ട്, ഏറ്റവും സ്പീഡിൽ. അങ്ങനല്ലേ? ഇതിലേലും കയറ്റി വിടുക എന്നോ? അങ്ങനെ ഏറ്റവും സ്പീഡ് കുറഞ്ഞവർ അങ്ങേയറ്റത്തൂടെ പോകണം. ചൂടെ കൂടുതലുള്ളവർ അതിൻ്റെ ഇപ്പറ, ഏറ്റവും കൂടുതലുള്ളവർ. അങ്ങനല്ലേ? അങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സ്കൂട്ടർകാരനായി ഈ സ്പീഡിൽ കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലല്ലേ? പെട്ടി ഓട്ടോക്കാരൻ, സ്കൂട്ടറുകാരൻ. നമ്മളൊന്ന് ഓൺ അടിച്ചൊന്ന് മുന്നോട്ട് കയറിപ്പോകാൻ നമ്മളെ നോക്കുക. ന്യായമാണോ? എന്നെ എല്ലാവരും ഇങ്ങനെ പമ്മിയിരിക്കുന്നത്? കാണിക്കുന്നത് മുഴുവൻ അന്യായമാണ്. ഒരു കാര്യം പറയാം, ന്യായം പ്രവർത്തിക്കണം. അല്ല, ഞാൻ മിക്കപ്പോഴും പെന്തിക്കോസുകാരോട് ഞാൻ പറയും, അന്യായമായിട്ടൊന്നും നമ്മുടെ കയ്യിൽ കാണരുത്. ചേട്ടനോ അനിയനോ ചേട്ടത്തിക്കോ പെങ്ങൾക്കോ ഒക്കെ വസ്തു വീതം വെക്കുമ്പോൾ കൃത്യം കൊടുത്തേക്കണം. കള്ളയാധാരം ഉണ്ടാക്കി വസ്തുവൊന്നും എടുക്കരുത്. കൊടുക്കേണ്ടതൊക്കെ കൃത്യം കൊടുത്തോണം. ചേട്ടനെ അനിയൊക്കെ കളിപ്പിച്ച് കള്ളയാധാരം ഉണ്ടാക്കി അതിരി മാറ്റുന്ന ആൾക്കാരെ എനിക്കറിയാം, പലരെ അറിയാം. ഒന്നല്ല, പലരുണ്ട്. ഉടമസ്ഥർ വന്ന് സങ്കടത്തോടെ പറഞ്ഞുകൊണ്ട് ഞങ്ങളുടേതാ തരികയില്ല, എന്നാ ചെയ്യാം, ചോദിച്ചാൽ പറഞ്ഞ് കേസ് കൊടുക്കാൻ കൊടുത്തോളാം. വെളിരാജ്യത്തു നിന്ന് വന്നവർ ഇനി കേസിൻ്റെ പുറകെ പോകാൻ പറ്റുമോ? ഒക്കുമോ? ഒരാളെന്നോട് പറഞ്ഞ് ഞങ്ങളതങ്ങ് വിട്ടു. കൈവെടിപ്പായിരിക്കണം. ഇടയ്ക്ക് കയറി പറഞ്ഞതേ ഉള്ളൂ, ന്യായം പ്രവർത്തിക്കണം. വീട്ടിലാണെങ്കിലും സഭയിലാണെങ്കിലും നാട്ടിലാണെങ്കിലും എവിടാണെങ്കിലും ന്യായമേ പ്രവർത്തിക്കാവൂ. ഒന്ന്, ന്യായം പ്രവർത്തിക്കണം. രണ്ട്, ദയാതൽപരനായിട്ടിരിക്കണം. മൂന്ന്, ദൈവസന്നിധിയിൽ നിന്നെ തന്നെ താഴ്ത്തണം, താഴ്മയോടെ, വിനയത്തോടെ. ഇതാണ് ദൈവം ഇഷ്ടപ്പെടുന്നത്. അടുത്ത വാക്യം വായിരെ. കേട്ടോ, യഹോവ പട്ടണത്തോട്. അല്ല, മനുഷ്യ, നിന്റെ ദൈവത്തിന്റെ
മനുഷ്യ, ആ. നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു നല്ലത് എന്താന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും നടപ്പാനുമല്ലാതെ എന്താകുന്നു യഹോവ വേറെ എന്തുവാ ദൈവം നിന്നെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്? ഇന്ന് രാത്രി ആമേ കർമ്മമാർഗം കൊണ്ടോ പുണ്യപ്രവൃത്തി കൊണ്ടോ ദാനധർമ്മം കൊണ്ടോ നേർച്ച കാഴ്ച കൊണ്ടോ ആചാരം കൊണ്ടോ അനുഷ്ഠാനം കൊണ്ടോ പാരമ്പര്യം കൊണ്ടോ മാമൂല് കൊണ്ട് ഒന്നും രക്ഷപ്പെടുകയില്ല, രക്ഷപ്പെടത്തില്ല. രക്ഷപ്പെടാൻ ഒറ്റ മാർഗം, ഒറ്റ വഴി, യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. അതിന് മുഖാന്തരമായി ഇന്ന് രാത്രി ഒരുങ്ങുന്നത് എന്ന് പറഞ്ഞാൽ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ജനിക്കണം. യേശു ക്രിസ്തു ഉള്ളിൽ ജനിക്കണം. അതിന് വേദപുസ്തകത്തിൽ ഒരു പ്രത്യേക പദമുണ്ട്, വീണ്ടും ജനനം. അങ്ങനല്ലയോ? വീണ്ടും ജനനം. അതെന്തുവാ വീണ്ടും ജനനം? വീണ്ടും ജനനം അധ്യക്ഷൻ അങ്ങ് പറ, അവരാരും പറയത്തില്ല. നിങ്ങൾ ചിന്തിക്കുക, ഇതൊക്കെ പറയാനല്ലയോ ഇയാളെ വരുത്തിയേ? അയ്യോ വീണ്ടും ജനനം, ഒന്നുകൂടെ ജനിക്കണമെന്ന്, അത്രേ ഉള്ളൂ. അത് പറയാൻ മേലേ? വീണ്ടും ജനനം പാപചായ, ഒന്നുകൂടെ ജനിക്കാൻ. നിങ്ങൾക്കറിയാം ആരാണ് വീണ്ടും ജനിക്കേണ്ടത്? എന്തുവാ ഈ വീണ്ടും ജനനം? അതൊന്ന് പറഞ്ഞു വെച്ചാൽ അടുത്ത ഭാഗത്തോട്ട് വരാം. ആരാണ് വീണ്ടും ജനിക്കേണ്ടത്? എന്തുവാ ഈ വീണ്ടും ജനനം? നമ്മളിൽ ചിലരോട് ചോദിക്കുകയല്ലേ, സഭയെ വരുമ്പോൾ ചോദിക്കും വീണ്ടും ജനിച്ചതാണോ? പിന്നെ ഞാൻ സൺഡേ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററാണ്. അമ്മാമ്മ വീണ്ടും ജനനം പ്രാപിച്ചതാണ്. സോദരി സമാജത്തിൻ്റെ LM-ൻ്റെ ഡിസ്ട്രിക്ട് ഓർഗനൈസർ എന്നോടാ ചോദിക്കുന്ന പുള്ളി. ബ്രദർ വീണ്ടും ജനിച്ചതാണോ? ഈ സഭയുടെ സെക്രട്ടറിയാ ഞാൻ. അല്ല, ഒന്ന് ചിന്തിച്ചേച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. ഏതായാലും ഞാനും ഇത്രയും ദൂരം വന്നതല്ലേ, നിങ്ങൾക്കിതെല്ലാം അറിയാം, ഇരിപ്പ് കാണുമ്പോൾ അറിയാം, എല്ലാം അറിയാം. എന്നാലും ഒന്ന് ഓർപ്പിക്കാം, വീണ്ടും ജനനം. അതിന് ഏറ്റവും നല്ല ഉദാഹരണവും സംഭവവും, രാത്രിയിൽ യേശുവിൻ്റെ അടുക്കൽ ഒരു സഹോദരൻ വന്നു. ആരാ? നിക്കോദെമോസ്. ഇവർ തമ്മിൽ സംസാരിച്ചപ്പോൾ ഈ കക്ഷിയോട് കർത്താവ് പറഞ്ഞു വീണ്ടും ജനിക്കണം. അങ്ങനല്ലേ? യേശു അവനോട് ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ. അത് തന്നെ വീണ്ടും ജനനം, പുതുജനനം, പുതുതായി ജനനം, വീണ്ടും ജനനം. അപ്പൊ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് ചിന്തിക്കാം ആ ഭാഗത്ത്, എന്നിട്ട് നമുക്ക് അടുത്ത ഭാഗത്തോട്ട് വരാം. ചിലർക്ക് ഇപ്പോഴും ചിന്തയാ, ആരാ വീണ്ടും ജനിക്കേണ്ടത്? ആരൊക്കെയാ വീണ്ടും ജനിക്കണ്ടേ? ഞാൻ സഭയുടെ സെക്രട്ടറിയാ, ട്രഷറാ, സോദരി സമാജത്തിൻ്റെ ആളാ, പാസ്റ്ററാ, സെൻറ്ററിൻ്റെ ആളാ, ഡിസ്ട്രിക്റ്റിൻ്റെ ചുമതലയുണ്ട്, കൗൺസിലിലും ഉണ്ട്. അതൊക്കെ നല്ല കാര്യം. ആരാ വീണ്ടും ജനിക്കണ്ടേ? ഈ രാത്രി വന്ന ഇങ്ങേരാരാ? മോളെ 1-ാം വാക്യം വായിച്ചേ. 3 പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി. അപ്പൊ ആരൊക്കെ വീണ്ടും ജനിക്കണം? ഇയാളുടെ പ്രത്യേകത ഒന്ന്, ഇയാള് പരീശനാ. പരീശൻ. ആ പരീശനോടാ കർത്താവ് പറഞ്ഞ് വീണ്ടും ജനിക്കണമെന്ന്. അപ്പൊ ആരാ വീണ്ടും ജനിക്കേണ്ടത്? പരീശന്മാരല്ല. ആരാ ഈ പരീശൻ? ഈ കർത്താവിൻ്റെ കാലത്ത് പ്രബലമായ യഹൂദന്മാരുടെ ഇടയിൽ തന്നെ 2 ഗ്രൂപ്പുകളാണ് പ്രബലം. ഒന്ന് പരീശന്മാരും, 2 സാദൂക്യരും. 2 തമ്മിൽ ഓടക്കാം, 2 ഓടക്കാം. പരീശന്മാരുടെ ഒരു വിശേഷത, ഇത് മുഴുവൻ അവർ വിശ്വസിക്കുന്നുണ്ട്. ന്യായപ്രമാണം എല്ലാം അവർ വിശ്വസിക്കും. ഉൽപ്പത്തി മുതൽ അവർക്ക് വിശ്വാസമാണ്. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യായി, എല്ലാം അവർക്ക് വിശ്വാസമാണ്. പരീശന്
എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തെ വിശ്വസിക്കുന്നവനാ, അറിയാം. സദൂക്യർ അങ്ങനല്ല. ദൂതനുണ്ടെന്നോ ആത്മാവുണ്ടെന്നോ ഒന്നും വിശ്വാസമില്ല. നമ്മൾ സദൂക്യരോട് പറയുക ദൂതനുണ്ട്, ചുമ്മാ വട്ട് പറയരുതെന്ന് പറയും. അവര് ദൂതനുണ്ടെന്നോ ആത്മാവുണ്ടെന്നോ വീണ്ടും ഒരു ജീവിതം, ഇതൊന്നും അവർ വിശ്വസിക്കുന്നില്ല. പക്ഷെ പരീക്ഷന്മാരങ്ങനല്ല. പരീക്ഷന്മാരും തന്നെ പല ടൈപ്പുണ്ട്, ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഒറ്റ വാക്കി പറഞ്ഞാൽ ന്യായപ്രമാണം നന്നായിട്ട് വിശ്വസിക്കുന്നവരാ പരീക്ഷന്മാര്. ആ വ്യക്തിയോടാ യേശു പറഞ്ഞ വീണ്ടും ജനിക്കണമെന്ന്. എന്ന് പറഞ്ഞാൽ ഈ 66 പുസ്തകം നീ വിശ്വസിച്ചത് കൊണ്ടൊന്നും കാര്യമായില്ല, നീ വീണ്ടും ജനനം പ്രാപിക്കണം. ഞാൻ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പുസ്തകക്രമം പറയും. അത് പറഞ്ഞതിൻ്റെ ട്രോഫി ഞങ്ങളുടെ വരയ്ക്കാതിരിപ്പുണ്ട്. മാത്രമല്ല എനിക്ക് 119 സങ്കീർത്തനം കാണാതെ അറിയാം. 23 ഞാൻ ഡ്രെന്ന് പറഞ്ഞു തീർക്കും. 91 പിന്നെ എപ്പോൾ ചോദിച്ചാലും പറയും. കാരണം കിടക്കുന്നതിന് മുന്നേ ഇത് ഒന്നുകൂടെ പറഞ്ഞു വെച്ച് പേടിക്കാതിരിക്കാൻ പറഞ്ഞാ കിടക്കുന്നത്. ഇതെല്ലാം എനിക്കറിയാം. പക്ഷേ വേറെ പുസ്തകം അറിയാമെന്ന് പറഞ്ഞത് കൊണ്ടോ വചനം മനപ്പാടമാണെന്ന് പറഞ്ഞത് കൊണ്ടൊന്നും കാര്യമാകില്ല. ഇത് അറിയാവുന്ന നീയും വീണ്ടും ജനനം പ്രാപിക്കണം, അത്യാവശ്യമാണ്. 2, ഇത് ഇങ്ങേരുടെ പ്രത്യേകത. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണി. 2 ഇയാള് പ്രാമാണിത്യമുള്ള ആളാ. പ്രമാണിയോടാ യേശു പറഞ്ഞത് വീണ്ടും ജനനം പ്രാപിക്കണം. നമ്മുടെ സഭയിലും ഒക്കെ പ്രമാണിമാരുണ്ട്. ആകെ 5 കുടുംബം ഉള്ളെങ്കിലും ഉള്ളതിലൊരുത്തൻ മിണ്ടുന്നില്ല. ആകെ 5 കുടുംബമുള്ളു, എന്നാലും അതിലൊരുത്തൻ മിണ്ടുന്നില്ലല്ലോ. ആരും പ്രമാണിയാ. ഞങ്ങൾ ഇവിടുത്തെ നമ്പർ 1 ആൾക്കാരാ. ഞങ്ങൾ ഈ കുടിയേറ്റക്കാരിൽ തന്നെ മിടുക്കരാ. ഞങ്ങൾക്ക് ഒന്നും ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, പിന്നെ ഞങ്ങളിങ്ങനെ വന്നിരിക്കുന്നേ ഉള്ളൂ. ഞങ്ങളുടെ ആൾക്കാരൊക്കെ റാന്നിയിലും കോന്നിയിലും കുമ്പനാട്ടും പാലായിലും പിന്നെ ഈരാറ്റുപേട്ടയിലും ഒക്കെ ഞങ്ങളുടെ എല്ലാവർക്കും എന്നെ ഒരു പമ്മല് പോലെ. മിണ്ടുന്നില്ല. ഞങ്ങൾ പ്രമാണിമാരാ. പ്രാമാണിത്യം മറ്റുള്ളവരെ അത്ര കൊള്ളുകയല്ല, അവരെ തിരികട ഇട്ടേക്കുക. വിശദീകരിക്കാൻ നേരമില്ല. കർത്താവിന് മഹത്വം. പ്രാമാണിത്വമുണ്ട്. പ്രമാണിയാന്ന് പറഞ്ഞാൽ നീയും വീണ്ടും ജനനം പ്രാപിക്കണം. ഞാൻ നാട്ടിലെ പ്രമാണിയാ, സഭയിലെ പ്രമാണിയാ, ദേശത്തെ പ്രമാണിയാ, ഞങ്ങളെ വെല്ലാൻ ആരുമില്ല. അതൊക്കെ അങ്ങനെ ഇരിക്കട്ടെ. പക്ഷേ ഇന്ന് രാത്രി നിന്നോടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുക, നീയും വീണ്ടും ജനനം പ്രാപിക്കണം. സ്തോത്രം. അപ്പം ന്യായപ്രമാണം വിശ്വസിക്കുന്നവനും വീണ്ടും ജനനം പ്രാപിക്കണം, പ്രാമാണിത്യമുള്ളവനും വീണ്ടും ജനനം പ്രാപിക്കണം. മാത്രമല്ല ഈ നിക്കോദോമസ് ആരാന്ന് എഴുതിയിട്ടുണ്ട്. കർത്താവ് സംസാരിച്ച് വന്ന കൂട്ടത്തിൽ പുള്ളി പറയുന്നൊരു പദമുണ്ട്. മനുഷ്യൻ വൃദ്ധനായ ശേഷം അമ്മയുടെ, അപ്പം ചുരുക്കി പറഞ്ഞാൽ പുള്ളി പ്രായമുള്ള ആളാണ്. എന്ന് പറഞ്ഞാൽ പഴയ ആളാണ്. ഒന്നുകൂടെ തെളിച്ച് പറഞ്ഞാൽ പാരമ്പര്യമുള്ള ആളാണ്. ഇല്ലേ? പാരമ്പര്യം ചൊല്ലി പറയത്തില്ലേ? നിങ്ങൾ അടുത്ത കാലത്ത് പെയ്ത മഴയ്ക്ക് കിളുത്ത തകര്. ഞങ്ങൾ റോമിൻ്റെ കീഴില്ല. ഈയിടെ അങ്ങോട്ട് ഒരാളെ മിണ്ടുന്നില്ല. പാരമ്പര്യം, പഴക്കം. വൃദ്ധൻ എന്ന് പറഞ്ഞാൽ പഴയ ആളെന്നാ, എന്ന് പറഞ്ഞാൽ പഴക്കം, എന്ന് പറഞ്ഞാൽ പാരമ്പര്യം. ലോകം മുഴുവൻ 140 കോടി ജനം. നിങ്ങളെത്രയുണ്ട്? ഞങ്ങളുടെ സഭയെ 4.5 കുടുംബം എന്ന് പറഞ്ഞാൽ 4 കുടുംബം ഒരു തള്ളയും, അതാ 4.5. നിങ്ങളാണോ ഞങ്ങളോട് വീണ്ടും ജനനം? ഞങ്ങളല്ല പറഞ്ഞ, യേശുവാ പറഞ്ഞു. നീ എത്ര പാരമ്പര്യക്കാരനാണെങ്കിലും പഴയ ആളാണെങ്കിലും നീ വീണ്ടും ജനനം പ്രാപിക്കണം. ഞങ്ങൾക്ക് പത്രോസിന്റെ സിംഹാസനം. അപ്പൊ മറ്റവർ പറയുക അവരിലും പഴക്കം ഞങ്ങൾക്ക് അന്ത്യോക്യയിലാണ് ഞങ്ങളുടേത്. എവരുടേത്? വത്തിക്കാനിലും മറ്റവരുടേത് അന്ത്യോക്യയിലും. അപ്പം വേറൊരു പുള്ളി പറഞ്ഞു അന്ത്യോക്യയിൽ ഞങ്ങളത് കുഴപ്പമില്ല, എന്നാൽ ഞങ്ങൾക്ക് ദേവലോകത്തുണ്ടെന്ന്. അവിടെ അല്ല, കോട്ടയത്തിനടുത്ത്.
അടുത്ത ടൗണിൽ ചെന്നപ്പം ബോർഡ് കണ്ട് ദേവലോകം ചാടിക്കയറി എന്നാൽ പോയേക്കാന്ന്. ചെന്നപ്പം കോട്ടയം വഴി കറങ്ങി മുട്ടമ്പലം വഴി കറങ്ങി കണ്ടം കയറി മേളിലോട്ട് വന്ന് കഞ്ഞിക്കുഴി കൊണ്ട് നിർത്തി ഇറങ്ങാൻ പറഞ്ഞു. പുള്ളി ഞാൻ ദേവലോകമൊക്കെ കഴിഞ്ഞു. അയ്യോ പിന്നെ അവിടെ സ്ഥലമാണ് ദേവലോകം. എറണാകുളത്തുണ്ട് പാതാളം, ഇല്ലേ? ഉണ്ട് പാതാളം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഞങ്ങള് വത്തിക്കാനിന്റെ കീഴിലാ, അന്ത്യോക്യയുടെ കീഴിലാ, ദേവലോകത്തിന്റെ കീഴിൽ പാരമ്പര്യം പഴക്കം. പക്ഷേ എത്ര പഴക്കമുള്ള വ്യക്തിയാന്നേലും കർത്താവ് പറയാ നീ വീണ്ടും ജനനം പ്രാപിക്കണം. അല്ല, നമ്മുടെ ആൾക്കാർക്ക് ഇപ്പൊ പഴക്കം പറയുമല്ലോ. നമ്മൾ മറ്റവരെ മാത്രം കുറ്റം പറയാൻ തന്നെ ഇരിക്കുക. നമ്മുടെ ആൾക്കാരും പിന്നെ നമുക്ക് അധികം ഇല്ലാഞ്ഞ ഉണ്ടായിരുന്നേ വെച്ചേക്കുകയല്ല ഒരെണ്ണത്തിന്. നമ്മൾ ചോദിക്കുകയല്ലേ ഏത് സഭയില? ചർച്ച് ഓഫ് ഗോഡില്ല. ഓ എത്ര നാളായി? പിന്നെ നമ്മൾ പറയും അധികം നാളായില്ല, ഒരു 25 വർഷം. ഓ ഞങ്ങൾ കുസായിപ്പിൻ്റെ കാലത്തുള്ളതാ പറയല്ലേ. എന്നെ ജെയ്സൺ പാസ്റ്റർക്ക് ഒരു സങ്കടം. പറയും. ആ സൈഡിലോട്ട് വന്നാൽ തിരുവല്ല, കൊട്ടാരക്കര, മുളക്കുട ഭാഗത്തോട്ട് വന്നാൽ പറയും ഞങ്ങൾ കുക്ക് സാഹിബിൻ്റെ ചർച്ചക്കോടുകാർ നേരെ കുക്ക് സാഹിബിനെയാണ് പിടിക്കുന്നത്. ബ്രദറുകാരുണ്ട്, ചോദിക്കും എത്ര നാളായി ഇവൻ്റെ? അത് അടുത്ത കാലത്ത് വന്നത്. ഞങ്ങൾ സൈമൺ സാറിൻ്റെ കാലത്താണ്. അവർ നേരെ സൈമൺ സാറിനെ കയറി IPCക്കാരോട് ചോദിക്കുക ബ്രദർ എവിടെ? IPCയിൽ എത്ര നാളായി? ഒരു 15 കൊല്ലം. ഞങ്ങൾ ഉണ്ണുണ്ണി സാറിൻ്റെ കാലത്ത് എല്ലാവരും ഓരോ സാറുമാരെ പിടിച്ചേക്കുക, എന്നിട്ട് സഭയിൽ വന്ന് സാറ് കളിക്കുക. പാസ്റ്റർക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇല്ലേ? ഒന്നും പിടികിട്ടിയില്ലേ? അത് അറിഞ്ഞാൽ മതി. എല്ലാവരും പാരമ്പര്യക്കാരാ. അസംബ്ലി സുഖോടുകാർ പറയും ഞങ്ങൾ AC ഷൗമേൻ്റെ കാലത്ത് അടപ്പനാങ്കണ്ടത്തിലെ അന്നുള്ളതാണ്. പഴയ ആളാ. ജോർജ് ബർഗിനെ അറിയാമോ? ഇല്ല. മേരി ചാപ്മാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ വന്നതാ. വേറെ ചോദിക്കുകയല്ലേ നിങ്ങൾ ഏത് സഭ? ഞങ്ങൾ മാർത്തോമായ. അയ്യോ നിങ്ങളോ? ഞങ്ങൾ പഴയ ആൾക്കാരാ. 52 പുള്ളി നേരെ കൊടുങ്ങല്ലൂർ ഇറങ്ങിച്ച് ഞങ്ങളുടെ പെരയ്ക്കകത്തോട്ടാ. പാരമ്പര്യമാണ്. 52 പുള്ളി കൊടുങ്ങല്ലൂർ വന്നിറങ്ങിച്ച് നേരെ ഞങ്ങളുടെ പെരയ്ക്കകത്തോട്ടാ. പാരമ്പര്യം പഴക്കം. അന്നേരം വേറൊരു ഗ്രൂപ്പുകാർ അവിടെ ഉണ്ട്. അവർ പറഞ്ഞ് ഞങ്ങൾ കപ്പലേലാ വന്നെന്ന്. എല്ലാവരും പാരമ്പര്യത്തിൽ പുകഴുക. അങ്ങനെയുള്ളവരും ഇന്ന് രാത്രി വീണ്ടും ജനനം പ്രാപിക്കണം. യേശു അതുകൊണ്ടാ പുള്ളി വൃദ്ധനാ, പഴയ ആളാ, പ്രായമുണ്ട്, ദൈവത്തിൻ്റെ മകത്ത്. അപ്പോൾ ആരൊക്കെയാണ് വീണ്ടും ജനനം പ്രാപിക്കേണ്ടത്? 1 വചനമൊക്കെ വിശ്വസിക്കുന്നവനും വീണ്ടും ജനനം പ്രാപിക്കണം. 2 പ്രാമാണിത്യമുള്ളവനും വീണ്ടും ജനനം പ്രാപിക്കണം. 3 പ്രായവും പഴക്കവും പാരമ്പര്യവും ഒക്കെ പറയുന്ന സകല എണ്ണവും വീണ്ടും ജനനം പ്രാപിക്കണം. ദൈവത്തിൻ്റെ മഹത്വം. 4 അതുകൂടെ പറഞ്ഞ ആ ഭാഗം വിട്ടേക്കാം. എല്ലാവരും സങ്കടപ്പെട്ടിരിക്കുന്നു. ഞാനെന്തിനാ ഇവിടെ കടന്നിങ്ങനെ നിരാശപ്പെടുന്നത്? 4-മത്തെ വിശേഷത പുള്ളിയോട് കർത്താവ് തന്നെ പറഞ്ഞോണ്ട് ഇസ്രായേലിൻ്റെ ഉപദേഷ്ടാവായിട്ടിരുന്നിട്ട് നിനക്കിത്. അപ്പോൾ പുള്ളി ഭയങ്കര ഉപദേഷ്ടാവാണ്, ബൈബിൾ ടീച്ചറാണ്. 8 കോളേജിലാണ് പുള്ളി പഠിപ്പിക്കുന്നത്. പക്ഷേ വീണ്ടും ജനനം പ്രാപിച്ചിട്ടില്ല. ചോദിക്കുകയല്ലേ എന്തുവാ ജോലി? ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കുക. എവിടെ? ഒത്തിരി ഉണ്ട്, ഒത്തിരി സ്ഥലത്ത്. ചിലയിടത്ത് വിസിറ്റിംഗ് പ്രൊഫസറാണ്. അതൊക്കെ നല്ല കാര്യം. പക്ഷേ വീണ്ടും ജനനം. പുള്ളിയോട് പറയാം നീ ഇസ്രായേലിൻ്റെ ഉപദേഷ്ടാവായിട്ടിരുന്നിട്ടും ഇതറിയത്തില്ലേ ഇതുവരെ? ഇന്ന് രാത്രി എല്ലാ മേഖലയിൽപ്പെട്ടവരും വീണ്ടും ജനനം പ്രാപിക്കണം. പ്രായമുള്ളവരും വീണ്ടും ജനനം പ്രാപിക്കണം. ചെറുപ്പക്കാരും വീണ്ടും ജനനം പ്രാപിക്കണം. വീണ്ടും ജനിക്കണം. ദൈവത്തിൻ്റെ മഹത്വം. രക്ഷാനിർണയം പ്രാപിക്കണം. എങ്ങനെയായി വീണ്ടും ജനനം പ്രാപിക്കുന്നത്? വീണ്ടും ജനനം നടക്കുന്നതിന് വ്യവസ്ഥ കർത്താവ് പറഞ്ഞു, വെള്ളത്താലും ആത്മാവിനാലും. വെള്ളത്താലും ആത്മാവിനാലും. അങ്ങനെ വീണ്ടും ജനനം. വെള്ളത്താലും ആത്മാവിനാലും.
നമ്മൾ ഒരിക്കൽ ജനനം നടന്നതാണ് നമ്മുടെ ജനനം. ആ ജനനം നടന്നത് വെള്ളത്താലും ആത്മാവിനാലും അല്ല. പിന്നെ എങ്ങനാ? മാതാപിതാക്കൾ തമ്മിൽ ജീവിതം ആരംഭിച്ചപ്പോൾ ജനിച്ചത്. അതിനും കൃത്യമായ വാക്യമുണ്ട് എങ്ങനെയാ ജനിച്ചെന്ന്. ഒരു വാക്യം വായിച്ചേ, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 13 വായിച്ചേ. എല്ലാത്തിനും വാക്യമുണ്ട്. അവർ രക്തത്തിൽ നിന്നല്ല. ഒന്നുകൂടെ വായിച്ചേ മോളെ. അവർ രക്തത്തിൽ നിന്നല്ല. അവർ രക്തത്തിൽ നിന്നല്ല. ജഡത്തിന്റെ ഇഷ്ടത്താലല്ല. ജഡത്തിന്റെ ഇഷ്ടത്താലല്ല. പുരുഷന്റെ ഇഷ്ടത്താലുമല്ല. പുരുഷന്റെ ഇഷ്ടത്താൽ. അപ്പൊ നിർത്തിക്കേ. നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചത് ഈ 3 വിധത്തിലാ ജനിച്ചത്. 1 രക്തം, 2 ജഡത്തിന്റെ ഇഷ്ടം, 3 പുരുഷന്റെ ഇഷ്ടം. ഈ 3 നിലയിലാ ഇഷ്ടം നടന്നപ്പോഴാ എൻ്റെ നിങ്ങളുടെയും ജനനം. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുക, ഇയാൾ ബയോളജി പഠിപ്പിക്കാൻ വന്നതാണോ എന്ന്. ഈ പുസ്തകത്തിലെ വാക്യമാ വായിച്ചേ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും രക്തത്താലാ ജനിച്ചത്. രക്തത്താൽ, നമ്മുടെ പിതാവിന്റെ രക്തത്താൽ. അതാ ആദ്യത്തെ ജനനം. ഈ ഭൂമിയിൽ ഞാനും നിങ്ങളും പൂജാതരായത് ഈ വിധത്തിലാണ് നമ്മുടെ ജനനം. രക്തം, പരസ്പരമുള്ള ഇഷ്ടം, പുരുഷന്റെ ഇഷ്ടം. ഈ 3 വിധത്തിലാ ഞാനും നിങ്ങൾ ഈ ഭൂമിയിൽ ജനിച്ചത്. എന്നാൽ വീണ്ടും ജനനം നടക്കുന്നത് ഇങ്ങനല്ല. അടുത്ത വാക്യം വായിച്ചേ. ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. വീണ്ടും ജനനം നടക്കുന്നത് ദൈവത്തിൽ നിന്ന് ജനിക്കണം. അതാ വീണ്ടും ജനനം. ആ ദൈവത്തിൽ നിന്ന് അങ്ങനെ ജനിക്കുന്നത് എല്ലാം വിവരിക്കാൻ നേരമില്ല. ദൈവത്തിൽ നിന്ന് ജനിക്കുന്നത് വചനത്താലും ആത്മാവിനാലും. ആത്മാവെന്ന് പറയുമ്പോൾ അറിയാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഞാനും നിങ്ങൾ ഈ ഭൂമിയിൽ ജനിച്ചത് സയൻസ് ഒന്നും പഠിപ്പിക്കുകയല്ല. ജനിച്ചത് പുരുഷ ബീജത്താലും സ്ത്രീയുടെ അണ്ടത്താലും. ഇത് രണ്ടും കൂടെ സംയോജിച്ചപ്പോഴാണ് നമുക്കൊരു ജനനം ഉണ്ടായത്. ഇതുപോലെ തന്നെ 2 സംഗതികൾ കൂടിയാണ് വീണ്ടും ജനനം. ആ 2 സംഗതിയാ, 1 വെള്ളവും 2 പരിശുദ്ധാത്മാവ്. വെള്ളം എന്നവിടെ ഉദ്ദേശിക്കുന്നത് ദൈവത്തിൻ്റെ വചനം. വചനം, ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനവും പരിശുദ്ധാത്മാവും കൂടെ ഒന്നിച്ച് ക്രിയ ചെയ്യുമ്പോഴാണ് ആമൻ വീണ്ടും ജനനം നടക്കുന്നത്. സ്തോത്രം, സ്തോത്രം. വീണ്ടും ജനനം. ഈ വീണ്ടും ജനനം നടന്നെങ്കിൽ എങ്ങനെ അറിയാം? മിണ്ടുന്നില്ല. വീണ്ടും ജനനമേ, വീണ്ടും ജനനം നടന്നവരെ കണ്ടാൽ അറിയാം. സംസാരം കേൾക്കുമ്പോൾ അറിയാം. സമീപനം കാണുമ്പോൾ അറിയാം. ഇടപാട് കാണുമ്പോൾ അറിയാം. ആരാധനയ്ക്ക് വന്നിരിക്കുന്ന കണ്ടാലും അറിയാം. അതിൽ സംബന്ധിക്കുന്ന കാണുമ്പോൾ അറിയാം വീണ്ടും ജനനം നടന്നതാണോന്ന്. അതിപ്പം വിവരിക്കാൻ നേരമില്ല, ഭാഗം വിട്ടേക്കാം. ഇന്ന് രാത്രി അടുത്ത ഭാഗത്തേക്ക് വരണമല്ലോ. വീണ്ടും ജനനം, രക്ഷാനിർണയം പ്രാപിക്കണം. ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, സുവിശേഷത്തിൻ്റെ വിശേഷത 1 രക്ഷിക്കുന്ന മാർഗമാണ്. റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 16 വായിക്കുക. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏത് വ്യക്തിക്കും, ആദ്യം യഹൂദനും പിന്നെ വൈരേ. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, സുവിശേഷത്തിന്റെ വിശേഷത 1, ഇത് രക്ഷിക്കുന്ന മാർഗമാ. ഇന്ന് രാത്രി എന്റെ സ്നേഹിത, സുഹൃത്തേ, മാതാവേ, പിതാവേ, എന്നെ കേൾക്കുന്ന മാന്യമിത്രമേ, സുവിശേഷം നിന്നെ രക്ഷിക്കും. നിന്റെ കുടുംബത്തെ രക്ഷിക്കും, നിന്നെ രക്ഷിക്കും, നിന്റെ ജീവിതത്തെ രക്ഷിക്കും. രക്ഷയ്ക്കായിട്ട് ഒറ്റ മാർഗം, ഒറ്റ വഴി, ഒറ്റ വാതിൽ, യേശു ക്രിസ്തു മാത്രം. അതാ സുവിശേഷം. 2, എന്തുവായി സുവിശേഷത്തിൻ്റെ വിശേഷത? സുവിശേഷത്തിൻ്റെ വിശേഷത ഒരു വാക്യം വായിച്ചേ മോളെ. അറിവുള്ള വാക്യമാ. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 14 സുവിശേഷത്തിന്റെ വിശേഷത. എഫേസ്യർ 6. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടി, നീതി എന്ന കവചം ധരിച്ച്, സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കി. എല്ലാം വായിപ്പിക്കുന്നില്ല. സുവിശേഷത്തിന്റെ 2-ാമത്തെ വിശേഷത ഇത് സമാധാനത്തിന്റെ മാർഗമാണ്. സുവിശേഷം സമാധാനം തരുന്ന മാർഗമാണ്. ഇത് സമാധാന സുവിശേഷമാണ്.
മനുഷ്യനെ തമ്മിൽ തല്ലിപ്പിക്കുന്ന മാർഗമല്ല. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും അവൻ വർഗവും വർണ്ണവും പറഞ്ഞ് അടിയുണ്ടാക്കിക്കുന്ന മാർഗമല്ല സുവിശേഷം. അങ്ങനെയുള്ള ധാരാളം വിശേഷങ്ങളുണ്ട്. ഞങ്ങൾ ജാതികൾ കൂടിയവരാ, മറ്റവർ കുറഞ്ഞവരാ, അവർ മുസ്ലിങ്ങളാ, ഇവർ ഹിന്ദുക്കളാ, ഇവർ ക്രിസ്ത്യാനികളാ, അവൻ ബുദ്ധനാ, മറ്റവൻ ജൈനനാ, ഇവൻ പാഴ്സിയ, മറ്റവൻ താഴെ കിടക്കുന്ന, ഞങ്ങൾ ആദ്യത്തെ ഉള്ളവരാ, മറ്റവർ കുറഞ്ഞവരാ. അങ്ങനെയൊന്നുമല്ല. സുവിശേഷം അലോഗ്യം ഉണ്ടാക്കുന്ന മാർഗമല്ല, സുവിശേഷം സമാധാനം തരുന്ന മാർഗമാണ്. സുവിശേഷം എവിടെ വന്നിട്ടുണ്ടോ അവിടെ എല്ലാം സമാധാനമാണ്. വീട്ടുകാർക്കും നാട്ടുകാർക്കും കുടുംബക്കാർക്കും എല്ലാം ദോഷമായിട്ട് സ്വസ്ഥത കെടുത്തി, മദ്യവെച്ച് ലെക്ക് കെട്ട് ലെവല് കെട്ട്, ഭാര്യയെ ഉപദ്രവിച്ച്, പിള്ളേരെയും തല്ലി, വെച്ച കഞ്ഞി പോലും കുടിക്കാൻ കഴിവില്ലാതെ കഞ്ഞിയും പാത്രം എടുത്ത് ദൂരെ കളഞ്ഞ്, അയലത്തുകാരും വന്ന് സമാധാനമൊക്കെ പറഞ്ഞ്, അങ്ങനെ എത്ര കുടുംബങ്ങളിൽ അവൻ തീ തിന്ന് കുഞ്ഞുങ്ങൾ കരഞ്ഞ് കരഞ്ഞ് തളർന്ന് കിടന്നുറങ്ങി, കഞ്ഞി കുടിക്കാനൊക്കുന്നില്ല. ഭാര്യയും കുത്തിയിരുന്ന് നേരം വെളുപ്പിക്കുക. കാരണം ഭർത്താവ് 4 കാലില വന്ന് ഉപദ്രവിക്കുക. മദ്യപാനം, കഞ്ചാവ്, ലഹരി പദാർത്ഥം, ഇതിനെല്ലാം അടിമപ്പെട്ടിരിക്കുക. ആ വീട്ടിൽ ഒരു സമാധാനവും ഇല്ല. ദൈവത്തിൻ്റെ മഹത്വം. അങ്ങനെയുള്ള ആ വ്യക്തികൾ യേശുവിൻ്റെ സുവിശേഷം കേട്ടു, യേശുവിനെ ഉള്ളത്തിൽ ഏറ്റെടുത്തു. ദൈവത്തിൻ്റെ മഹത്വം. ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ സമാധാനമായി വീട്ടിൽ. മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ അറിയത്തില്ലേ? അറിയണമല്ലോ, എല്ലാവരും അറിയണം. ഇന്നിപ്പം മാനസാന്തരപ്പെട്ടത് ആരും അറിയുന്നില്ല. പക്ഷെ മാനസാന്തരപ്പെട്ട ഒരു ഉദാഹരണം പറയാം. പണ്ട് ഒരുത്തം മദ്യപിച്ച് ലെവല് കെട്ട് വലിയ ചുണ്ടിക്കാരനും തന്നിഷ്ടക്കാരനും ഒക്കെ ആയിരുന്നു, കൊള്ളുകയില്ലാത്തവനായിരുന്നു. അയാൾ രാത്രി വരുമ്പം പൂച്ചയെങ്ങാനും തിണ്ണേ കിടക്കാനെ പിടിച്ചൊരൊറ്റ ഏറി തീർത്തെറിയും. പട്ടിയെങ്ങാനും നടത്തണേലാണ് ഒറ്റ തൊഴിക്കാണ് അതിനെ ഓടിക്കുന്നത്. കസാരയോ വല്ലതും മാറി കിടക്കാനെ എടുത്തെറിയുക. വിവരിക്കുന്നില്ല. ആ മനുഷ്യൻ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞ് രക്ഷിക്കപ്പെട്ട് പതിവ് പോലെ വന്നപ്പോൾ പൂച്ച മാറുക കിടക്കുക. അവിടെ കിടന്നപ്പോൾ പുള്ളി ഇങ്ങോട്ട് മാറിപ്പോന്നു. പട്ടി അപ്പുറേ നേരത്തെ കിടന്നിടത്തുണ്ട്. പുള്ളി ഒന്നും വേണ്ടില്ല, അകത്തോട്ടങ്ങ് ശാന്തമായിട്ട് കയറിപ്പോയി. മാറിക്കിടന്ന കസാര നേരെ ഇട്ടേച്ച് പോയി. അർത്ഥം എന്നാ? പൂച്ചയ്ക്കും പട്ടിക്കും വരെ മനസ്സിലായി പുള്ളി മാനസാന്തരപ്പെട്ടെന്ന്. ഇല്ലേ? ആ മനസ്സിലാകണം. വീട്ടിൽ വളർത്തുന്ന നായ്ക്ക് വരെ മനസ്സിലാകണം ഞങ്ങളുടെ അച്ചായൻ. എന്നാ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നത്? ആ പോട്ട് ഇങ്ങനെയും വന്നിരിക്കുന്നല്ലോ, വലിയ കാര്യം. അത് തന്നെ വലിയ കാര്യം. അപ്പൊ ശരിക്ക് മാനസാന്തരപ്പെട്ടാൽ അറിയണം. ഇത് സമാധാനത്തിന്റെ സുവിശേഷമാണ്. അങ്ങനെ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ സ്വൈര്യം കെടുത്തിയ വ്യക്തികൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. ആ വീട്ടിൽ ചെന്നിപ്പോൾ ചോദിച്ച പിള്ളേരോടും ഭാര്യയോടും, മനുഷ്യന്റെ സ്വസ്ഥത കെടുത്തി ഭാര്യ തലയെ കൈവച്ച് പ്രാകുന്ന ഞാൻ കേട്ടതാ. ദൈവമേ, ഈ കാലന്റെ തലയിൽ വെള്ളിടി വെട്ടണമെന്ന്. ഒരു ഇടിയാ വെള്ളിടി, കേട്ടിട്ടുണ്ടോ? ഇല്ലേ? വെള്ളിടി, കാലന്റെ തലയിൽ വെള്ളിടി വെട്ടണമെന്ന് സങ്കടം കൊണ്ട് പറഞ്ഞതാ. പക്ഷേ ആ മനുഷ്യൻ മാനസാന്തരപ്പെട്ടപ്പോ ഈ സഹോദരി തന്നെ പിന്നെ പറഞ്ഞു, യോ ഞങ്ങളുടെ അച്ചായനെ പോലെ ഇത്ര തങ്കക്കുടം പറയിപ്പിക്കണം. തങ്കക്കുടവാന്ന്, ചെമ്പുകുടവാന്ന് പറയിപ്പിക്കണം. ചെമ്പുകുടം എടുത്താ. ഇത് സമാധാന സുവിശേഷമാണ്. ഒരു ഭവനത്തിൽ ഈ സുവിശേഷമെത്തിയാൽ ആ ഭവനത്തിന് സമാധാനം. ഒരു ദേശത്ത് ഈ സുവിശേഷമെത്തിയാൽ ദേശത്തിന് സമാധാനം. സുവിശേഷം എവിടെ ചെന്നിട്ടുണ്ടോ അവിടെ എല്ലാം സമാധാനമാണ്. തമ്മിൽ തല്ലിക്കുന്ന മാർഗമല്ല, അലോഗ്യം ഉണ്ടാക്കുന്ന മാർഗമല്ല, സുസമാധാനമാണ്. ഉദാഹരണം സുവിശേഷത്തിൻ്റെ വിശേഷതയെ സമാധാനം. കാരണം ഇവിടുത്തെ അറിയത്തില്ല, ചില സ്ഥലങ്ങളിലൊക്കെ ഉപദേശിമാർ പരസ്യയോഗം നടത്താൻ അങ്ങോട്ട് ചെന്ന് വളരെ ഒഴിഞ്ഞ കോണിലാണ് നിൽക്കുന്നത്. ഇല്ലേ? കടയുടെ ഒരു തിണ്ണയ്ക്കോ മൂലയ്ക്കോ, മിക്കവരും ആരും കേൾക്കാതിരിക്കാനാണ് ഇത് നടത്തുന്നത്. കാരണം ആരുമില്ലാത്തടത്ത് പോയി ആരും കേൾക്കരുതെന്നും പറഞ്ഞ് അതുങ്ങളും പ്രസംഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആരുമില്ല, ഒരു കോണിക്ക് മാറി മൈക്കൊക്കെ വെച്ച് പുള്ളി തന്നെ കേൾക്കുക, പുള്ളി തന്നെ അല്ലുവലിയായും പറയുക.
പിന്നെ വണ്ടിയെ കൂടെ പോകുന്നവർ നോക്കും, ആ ഒരു തന്നെ വേണ്ടൊക്കെ പറയുന്നുണ്ട്. അവർ വണ്ടി നിർത്തുന്നില്ലല്ലോ. നമ്മുടെ ആൾക്കാരെ ശ്രദ്ധിച്ച് ആരും കേൾക്കുന്നില്ല. ഈ മോട്ടോർ വാഹനങ്ങളും ശബ്ദമുള്ള ടൗണിൽ നിന്ന് ചുമ്മാ ലോട്ടറിക്കാരൻ്റെ മൈക്കുമായിട്ട് യേശു ക്രിസ്തു ഭാവികളെ ആര് കേൾക്കാനാണ്? പിന്നെ നമ്മൾ ആഴ്ച വന്ന് പറയും, കഴിഞ്ഞ ആഴ്ച ഞാൻ 20 പരസ്യയോഗം നടത്തി. കന്യാകുമാരിയുടെ മൊനമ്പ് മുതൽ കാസർഗോഡിൻ്റെ അറ്റം ഉപ്പള ഇല്ലേ ഇവിടെ? ഇല്ലേ? അതാ അങ്ങേയറ്റവാ ഉപ്പള. കന്യാകുമാരി അങ്ങ് വിവേകാനന്ദ പാറ മുതൽ പരസ്യയോഗം നടത്തി. നല്ല കാര്യമാണ്. മിക്കവരും ആരും കേൾക്കത്തുമില്ല, കേൾപ്പിക്കത്തുമില്ല. പിന്നെ ചില പരസ്യയോഗം ഞാൻ കണ്ടിട്ടുണ്ട്, ഇവർ തന്നെ എല്ലാവരുടെ വട്ടം നിന്ന് അവർ തന്നെ കൈയടിച്ച് അവർ തന്നെ പരസ്യയോഗം, ഇവർ തന്നെ, വേറെ ആരും ശ്രദ്ധിക്കുന്നില്ല. ഞാൻ പറഞ്ഞ തമാശ ഒന്നുമല്ല. അവർ 5-8-10 പേര് വണ്ടിയെ ചെന്നെങ്കിൽ വണ്ടി മാറ്റിയിട്ട് വണ്ടിയുടെ മൈക്ക് വെച്ച് അവർ തന്നെ വട്ടം നിന്ന് കൈയടി, അവർ തന്നെ പാടും, എന്നിട്ട് ഇവർ തന്നെ പറയും. വേറെ ആര് പറയാനാ? നാളെ ഒരാൾ പറഞ്ഞു പൊളിച്ചു കൈകൊണ്ട് കാണിക്കുക, പൊളിച്ചെന്ന്. പരസ്യയോഗമാണ്. എല്ലാവരും അങ്ങനെയാണെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നാലും മിക്കവരും ഇതാരും കേൾക്കാനും ഒന്നുമല്ല. പിന്നെ അവർക്കൊരു പ്രാഗൽഭ്യം, ഇത്ര എണ്ണം നടത്തി, എത്ര പേര് കേട്ടു, ആരെയാ കേൾപ്പിച്ചു? അല്ല, എന്നിരുന്നാലും പലരും ഒഴിഞ്ഞ കോണിൽ ചെന്നാണ് നടത്തുന്നത്, ആർക്കും ശല്യമില്ല. എന്നാലും അവിടെ മൈക്കുമൊക്കെ എടുത്തുമ്പോൾ ചില പൂവന്മാരുണ്ട് വന്ന് പരസ്യം പോ. അന്നേരം നമ്മൾ ഇതെല്ലാം കൂടെ പറക്കി കെട്ടി പോവുക. അതന്നെ, ഇത് സമാധാന സുവിശേഷമായതുകൊണ്ടാണ്. അതേസമയം നിങ്ങൾ ശ്രദ്ധിച്ച്, റോഡിൻ്റെ നടുക്ക് ആ വിളക്ക് കത്തിച്ച് വെച്ചേക്കുന്ന റോഡ് ബ്ലോക്ക് ചെയ്തു, വണ്ടിയെല്ലാം ബ്ലോക്ക് ചെയ്തു. റോഡ് ബ്ലോക്ക്, ഒറ്റ കുഞ്ഞുങ്ങളെ വിടുകയല്ല. ഉടനെ നമ്മൾ പറയാം, എന്തുവാടാ എടുത്തോണ്ട് പോടാന്ന് വല്ലതും പറയുമോ? ആരെങ്കിലും ചെല്ലുമോ? പറഞ്ഞാൽ എന്തുവാ അവിടെ നടക്കുന്നത്? അതിനാ പിന്നെ അടി, ബഹളം, പ്രശ്നം. അതന്നെ, അത് സമാധാനത്തിൻ്റെ മാർഗമല്ല. ഇത് സമാധാനത്തിൻ്റെ മാർഗമാണ്. അതല്ലേ നമ്മുടെ പാസ്റ്റർമാരുടെ വേണ്ട, നമുക്കിവിടെ നടത്തണ്ട, പോയേക്കാം. അതിനാ ഇത് സമാധാന സുവിശേഷമാണ്. എത്ര സഭാഗോളി കയറി തല്ലി, ട്യൂബ്ലൈറ്റ് തല്ലി പൊട്ടിച്ചു, വാദപുസ്തകം കീറി, ഉപദേശമാരെ തല്ലി, എന്തെല്ലാം പ്രശ്നങ്ങൾ. ഒരു മിഷണറിയെ ചുട്ടു കൊന്നില്ലേ? അത് ഒരു സംഭവം. ഇതുപോലെ 100 കേസുകൾ. എന്നാ കേസ് കൊടുക്കാത്ത, എന്നാ കോടതി പോകാത്ത, എന്നാ ബഹളം ഉണ്ടാക്കാത്ത, എന്നാ പിക്കറ്റിങ് നടത്താത്ത, എന്നാ സമരം ചെയ്യാത്ത, എന്നാ തിരുവനന്തപുരത്ത് പിണറായിയുടെ മുന്നിൽ ചെന്ന് പ്രശ്നം ഉണ്ടാക്കാത്ത, സെക്രട്ടേറിയറ്റിൽ പോയി പന്തലും കെട്ടി കിടക്കാത്തത്. ഇത് സമാധാന സുവിശേഷമാണ്. എന്നാ റോഡ് ഉപരോധിക്കാത്ത, നമ്മുടെ സഭാഗോളിലോട്ട് കയറി ഒരു പേനാക്കത്തി പോലും കിട്ടുകയില്ല. അതിനാ സമാധാനമായ സുവിശേഷം. നമ്മുടെ സഭാഗോളി വന്നാൽ കത്തിയില്ല, നാടൻ ബോംബില്ല, ഇടികട്ടയില്ല, നെഞ്ചക്കില്ല, വടിവാളില്ല, കൊടുവാളില്ല, ഒന്നുമില്ല. ആകെ കൂടെയുള്ളത് ഉൽപ്പത്തിയും വെളിപ്പാടും ഇല്ലാത്ത 2 വേറെ പുസ്തകം കിട്ടും. അത് പഴയ വിശ്വാസി വേണ്ടാന്നും പറഞ്ഞിട്ടേച്ച് പോയതാ. ഉൽപ്പത്തിയുടെ 3 അധ്യായമില്ല, പുള്ളിക്ക് അത് വേണ്ട. വെളിപ്പാട് പുസ്തകത്തിന് 3 അധ്യായമില്ല. 20, 21 1000 ആണ്ടും മേഴ്ചയും വേണ്ട, പുതിയ യെരൂശലേമും വേണ്ട, നിത്യതയും വേണ്ട. അകാരാതി ഇല്ലാത്ത 2 പാട്ട് പുസ്തകവും. അകാരാതി ഇല്ല, പിന്നെ അങ്ങ് തപ്പി ഊപ്പാട് വരിക. അന്നേരം പാട്ട് നിർത്തി, എന്നാ പാടണ്ട, പോട്ടെ. ഇതൊക്കെ നമ്മുടെ ഹോളിൽ നിന്ന് കിട്ടുന്നത്. ഒരു വശം പൊട്ടിയ 2 തമ്പേർ. അത് ആദ്യത്തെ കാലത്ത് ജോർച്ചാൻ കമത്തിയിട്ട് അടിച്ചതാ. ജോർച്ചാൻ പോവുകയും ചെയ്തു. അതവിടെ കെട്ടിത്തൂക്കി. ഇതൊക്കെ നമ്മുടെ ഹോളിൽ നിന്ന് കിട്ടാനുള്ളൂ, വേറെ എന്നാ കിട്ടാം. ഇവിടെ ഞാൻ ഗവൺമെൻറ്റിനോടും പറയാനുണ്ട്, നമ്മുടെ ഹോളിലോട്ട് വന്ന് നോക്കിയേ, ഇവിടെ നാടൻ ബോംബുമില്ല, വടിവാളുമില്ല, ഇടുകട്ടയില്ല, നെഞ്ചക്കമില്ല, ഒരു മാരകായുധവുമില്ല. അതന്നെ, ഇത് ഞങ്ങളുടെ മാർഗം സമാധാന സുവിശേഷമാണ്. ഇതാ സമാധാന സുവിശേഷമാണ്. സുവിശേഷം എവിടെ ചെന്നിട്ടുണ്ടോ അവിടെ എല്ലാം സമാധാനമാണ്. സുവിശേഷം വ്യക്തികളുടെ ജീവിതത്തിൽ വന്നാൽ സമാധാനം, സുവിശേഷം ഭവനത്തിൽ വന്നാൽ സമാധാനം, സുവിശേഷം ദേശത്ത് വന്നാൽ സമാധാനം. സുവിശേഷം സമാധാനത്തിൻ്റെ മാർഗമാണ്. യേശുനായകൻ സമാധാനദായകൻ നിനക്കെന്നും ദാനമേ, എന്തിനാകുലം കലരുന്ന മനമേ, എന്തിനാ
കൂലം കലരുന്നൻ മനമേ. യേശുനായകൻ സമാധാനദായകൻ നിനക്കെന്നും ദാനമേ. എന്തിനാ കൂലം കലരുന്ന മനമേ, എന്തിനാ നീങ്ങുന്നധികം ധനിയാകാൻ നിധിയാ തീയിൽ ഊതി കഴിച്ച പൊന്മതിയാ. നീങ്ങുന്നധികം ധനിയാകാൻ നിധിയാ തീയിൽ ഊതി കഴിച്ച പൊന്മതിയാ. പൂവിൽ ക്രിസ്തുവുള്ളവനെ പോൽ ഇത്രമ ധനികൻ ഇല്ലറിയ. എന്തിനാകൂലം കലരുന്ന മനമേ, എന്തിനാകൂലം കലരുന്ന മനമേ. യേശു നായകൻ സമാധാനദായകൻ നിനക്കെന്നും ദാനമേ. എന്തിനാകൂലം എന്തിനാകൂലം. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത. ഇന്ന് രാത്രി വളരെ ലളിതമായിട്ടാണ് ഞാൻ പറയുന്നത്. ദൈവത്തിന് മകത്ത് സുവിശേഷം. സുവിശേഷം ദൈവത്തിന് എന്താ സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. എന്തുവാ സുവിശേഷത്തിൻ്റെ വിശേഷത? അതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, ഈ സുവിശേഷത്തിൻ്റെ വിശേഷത ഇത് രക്ഷിക്കുന്ന മാർഗമാണ്. രണ്ട്, ഈ സുവിശേഷത്തിൻ്റെ വിശേഷത ഇത് സമാധാനം തരുന്ന മാർഗമാണ്. സമാധാനം. സുവിശേഷം ചെന്നിടത്തെല്ലാം സമാധാനമല്ലേ? എല്ലായിടത്തും സമാധാനം. ആട്ടെ, വിവരിക്കുന്നില്ല, സമയത്തെ ഭയപ്പെടുന്നു. മൂന്ന്, സുവിശേഷത്തിൻ്റെ വിശേഷത. കൊലോസ്യ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 3 വായിച്ചേ. സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം ക്രിസ്തുയേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടും നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയിൽ. ഇനി അത് വേറൊരു 2 വാക്യം കൂടെ വായിക്കണം. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം ലേഖനം 2:2 വായിച്ചേ. 1-ാം ലേഖനം 2:2. നിങ്ങൾ അറിയും പോലെ ഞങ്ങൾ ഫിലിപ്പയിൽ വെച്ച് കഷ്ടവും അപമാനവും അനുഭവിച്ചിട്ടും വലിയ പോരാട്ടത്തോടെ ദൈവത്തിന്റെ സുവിശേഷം നിങ്ങളോട് പ്രസംഗിപ്പാൻ ഞങ്ങളുടെ ദൈവത്തിൽ ധൈര്യപ്പെട്ടിരുന്നു. ഞങ്ങളുടെ പ്രബോധനം അബദ്ധത്തിൽ നിന്നോ അശുദ്ധിയിൽ നിന്നോ. ആ ഭാഗത്തേക്ക് വരുന്നതിന് മുന്നേ സുവിശേഷത്തിന്റെ വിശേഷത ഒന്ന്, ഇത് രക്ഷിക്കുന്ന മാർഗമാണ്. ആരെയും രക്ഷിക്കും, ഏത് വ്യക്തിയെയും രക്ഷിക്കും, ഏത് സമയത്തും രക്ഷിക്കും. ഇന്ന സമയത്ത് മാത്രമേ രക്ഷിക്കുമെന്നൊന്നുമില്ല. ഇന്ന ദിവസമേ രക്ഷിക്കൂ, അല്ല, ഇന്ന മാസമേ രക്ഷിക്കൂ. സുവിശേഷം ചിങ്ങമാസത്തിൽ മാത്രമേ രക്ഷിക്കൂ, അങ്ങനൊന്നുമില്ല. അല്ല, സുവിശേഷം കർക്കിടകത്തിലേ രക്ഷിക്കൂ, ഇല്ല. സുവിശേഷം ചിങ്ങമാസത്തിലും രക്ഷിക്കും, കന്നിമാസത്തിലും രക്ഷിക്കും. പിന്നെ ചിങ്ങം, കന്നി, തുലാമും വൃശ്ചികവും. വൃശ്ചികത്തിൽ മാത്രമല്ല രക്ഷിക്കുന്നത്. വൃശ്ചികവും ധനുവും മകരവും. മകരക്കൊയ്ത്തിന് രക്ഷിക്കുന്ന മാർഗമാണ് സുവിശേഷം. ആണോ?
മിണ്ടുന്നില്ല. ഏത് മാസവും നിന്നെ രക്ഷിക്കും, ഏത് ദിവസവും രക്ഷിക്കും. ചൊവ്വാഴ്ച നാളിൽ വന്നാലേ രക്ഷപ്പെടുവുള്ളൂ. അല്ലല്ല, നിങ്ങൾ വന്നാലും രക്ഷപ്പെടും. ചൊവ്വായും ബുധനും വ്യാഴവും എല്ലാ ദിവസവും ഇന്ന ടൈമിൽ വന്നാലേ രക്ഷിക്കൂ, അല്ല ഏത് സമയത്തും രക്ഷിക്കും. ആർക്കും വരാം, ഏത് സമയത്തും വരാം, ഏത് വ്യക്തിക്കും വരാം. ചെറുപ്പക്കാർക്കും വരാം, യൗവനക്കാരിക്കും വരാം, അമ്മച്ചിക്കും വരാം, അപ്പച്ചനും വരാം, കൊച്ചുങ്ങൾക്കും വരാം, കൊച്ചുമക്കൾക്കും വരാം, എല്ലാവർക്കും ഒന്നിച്ച് വരാം. സുവിശേഷത്തിനെടുക്കലേ വല്യമ്മച്ചി, മോളും മരുമകളും കൊച്ചുമോളും 4 പേരും കൂടെ സുവിശേഷത്തിലോട്ട് അടുക്കഴിഞ്ഞ് വന്നാൽ മതി, രക്ഷിക്കും. ആ വല്യമ്മയും ആ കൊച്ചും കയറി വാ. മറ്റവർ രണ്ടും ഇപ്പം വരണ്ട, അതിനാ അവർ വരണ്ട, അതിനാ കയറാനൊക്കത്തില്ല. അങ്ങനെയാണോ? എന്നെ എല്ലാവരും ഇങ്ങനെ സങ്കടപ്പെട്ടു. എല്ലാവർക്കും വരാം, അടുത്ത് വരാം, എല്ലാവർക്കും വരാം. എല്ലാവരും രക്ഷിക്കുന്ന മാർഗമാ സുവിശേഷം. ഏത് വ്യക്തിയെയും രക്ഷിക്കും. 2, ഇത് സമാധാനം തരുന്ന മാർഗമാ സുവിശേഷം, സമാധാന സുവിശേഷം. 3, സുവിശേഷത്തിന്റെ വിശേഷത ഒന്നുകൂടെ വായിച്ചേ മോളെ. കൊലോസ്യർ 1:3 പെട്ടെന്ന്. സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം ക്രിസ്തുയേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടും നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട്. അപ്പൊ ശ്രദ്ധിക്കുക, ആ ഭാഗത്ത് സുവിശേഷത്തിന്റെ 3-ാമത്തെ വിശേഷത, സുവിശേഷം പ്രത്യാശ തരുന്ന മാർഗമാണ്. പ്രത്യാശ, അതാ സുവിശേഷം. പ്രത്യാശ തരുന്ന മാർഗമാണ് സുവിശേഷം. പ്രത്യാശ തരും. 1, രക്ഷിക്കുന്ന മാർഗം. 2, സമാധാനം തരുന്ന മാർഗം. 3, ഇത് പ്രത്യാശ തരുന്ന മാർഗമാണ്. നിങ്ങൾ ഇങ്ങനെ ഇരുന്നിട്ട് എനിക്ക് ഒരു സുഖം വരുന്നില്ല, ഇന്നലെ ഇങ്ങനെ ആയിരുന്നെന്ന് തോന്നല്ലേ? ഇന്നലെ ഇളകിയായിരുന്നു തോന്നുന്നു. അതോ ഇന്നലെ ഇങ്ങനെയൊക്കെ തന്നെയാണോ ഇരുന്നേ? അല്ല, ഇന്നിങ്ങനെ ആയത് ഇത് പറഞ്ഞുകൊണ്ടായിരിക്കുമല്ലയോ? ഞാൻ വിറപ്പിക്കാതെ ഇന്ന് രാത്രി അങ്ങനെ പറയണോ? അല്ല, ഇങ്ങനെ ഇരുന്നാൽ മതി, ഇത് അകത്തോട്ട് കയറിയാൽ മതിയല്ലോ. തന്നെയല്ല, ഇത് നിങ്ങളെ ഉന്നം വെച്ചല്ല, ഞാൻ വേറെ ഉന്നം വെച്ചായി പറയാൻ. ഈ യോഗം നടത്തിയതും ആ ഉന്നവാ. സ്തോത്രം. അപ്പൊ ശ്രദ്ധിക്കുക, ഈ സുവിശേഷം നിന്നെ രക്ഷിക്കുന്ന മാർഗമാണ്. 2, ഇത് സമാധാനത്തിന്റെ മാർഗമാണ് സുവിശേഷം. 3, സുവിശേഷം പ്രത്യാശ തരുന്ന മാർഗമാണ്. സുവിശേഷത്തെ കൊണ്ട് മാത്രമേ മനുഷ്യന് പ്രത്യാശ ഉള്ളൂ. എന്തുവാ നമ്മുടെ പ്രത്യാശ? നമ്മുടെ പ്രത്യാശ, അയ്യോ മുമ്പേ പറഞ്ഞ പോയിന്റിലോട്ട് വന്നിട്ട്, നമ്മുടെ പ്രത്യാശ എന്നാണെന്നറിയാമോ? യേശു ക്രിസ്തു വീണ്ടും വരും. അതാണ് നമ്മുടെ പ്രത്യാശ. അതിനാ വരുമെന്ന് പറഞ്ഞേച്ചാ പോയേക്കുന്നത്. ഒരിക്കൽ ഇങ്ങോട്ട് വന്നു. ചിലക്ക് ഇപ്പോൾ അറിയത്തില്ല പുള്ളി എവിടുന്നാ വന്നേ, എന്നെ അടുത്ത് എങ്ങോട്ട് പോയെന്ന്. ഒരു വാക്യം വായിച്ചേ മോളെ, അറിവുള്ള വാക്യമാ. 16:28 യോഹന്നാന്റെ സുവിശേഷം 16:28. ഏതായാലും അതുകൂടെ അറിഞ്ഞേച്ച് വന്നിരിക്കുകയല്ലയോ. ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട്. എവിടുന്നാ വന്നെന്നാ? ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിൽ വന്നിരിക്കുന്നു. ലോകത്തിൽ വന്നിരിക്കുന്നു. അടുത്തത് പിന്നെയും ലോകത്തെ വിട്ട്, ഇനി ലോകത്തെ വിട്ട് പിതാവിന്റെ അടുക്കൽ പോകുന്നു. അടുക്കലേക്ക് പോവുക. എങ്ങനുണ്ട്? നിങ്ങൾ ആ വാക്യം ശ്രദ്ധിച്ചോ? എങ്ങനെ മോളെ ഒന്നുകൂടെ വായിച്ചു. ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിൽ വന്നിരിക്കുന്നു. പിന്നെ പുറപ്പെട്ട് വന്നിരിക്കുന്നു. യേശു ക്രിസ്തു ഇന്ന് വരെ പറഞ്ഞിട്ടില്ല തന്റെ ശുശ്രൂഷയിൽ ഞാൻ ഇവിടെ വന്ന് ജനിച്ചെന്ന് പറഞ്ഞിട്ടില്ല. ഇവിടെ വന്ന് ഞാൻ ജനിച്ചു എന്ന് യേശു പറഞ്ഞിട്ടില്ല. യേശു പറഞ്ഞിടത്തല്ല ഞാൻ വന്നെന്നാ. അതിന് അങ്ങനെ പറയാൻ കാര്യം, അനീഷ്കാവാലം വന്നു എന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്നു. എന്നോട് ചോദിക്കുക, മാസ്റ്റർ എപ്പോഴാ വന്നത്? അങ്ങനല്ലേ? അതോ നിങ്ങൾ വന്ന് എപ്പോഴാ ജനിച്ചേ? കാഞ്ഞങ്ങാട് എപ്പോഴാ? അങ്ങനെ രാവിലെ മാസ്റ്റർ റൂമിൽ വന്നു, എപ്പോഴാ അത് വന്ന ഉടനെ എപ്പോഴാ ജനിച്ചെന്നാന്നോ ചോദിച്ചേ? വന്നത് എപ്പോഴാന്നാ? അതിനങ്ങനെ ഞാൻ നേരത്തെ ഉണ്ടായിരുന്നു.
ഈ യോഗത്തിന് വേണ്ടി ഇന്ന് രാവിലെ ഇവിടെ വന്നു. ഇത് തന്നെ അവിടുന്ന് നേരത്തെ ഉണ്ടായിരുന്നു. മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ ഇങ്ങോട്ടൊന്ന് വന്നതാ. അതാ യേശു. അനാദിയായി ശാശ്വതമായ ദൈവമാ. അടുത്ത കാലത്ത് മുളച്ച് കിളിച്ച് പൊന്തി പൊങ്ങി വന്ന ദൈവമല്ല, നിത്യനാ. പിതാവിന്റെ അടുക്കൽ ഉണ്ടായിരുന്നു. അവിടുന്ന് കാലത്തിന്റെ സമ്പൂർണ്ണതയിൽ ഇങ്ങോട്ടൊന്ന് വന്നതാ. ദൈവത്തിന്റെ മകത്ത അതാ യേശു. അപ്പൊ എന്തിനാ വന്നത് എന്തിനാന്നും പുള്ളി കൃത്യമായിട്ട് പറഞ്ഞാ പോയത്. മരിക്കാൻ വന്നതാണ്. യേശു അങ്ങനെ പറഞ്ഞു. എന്തിനാ വന്നേ? അങ്ങനെ പറഞ്ഞാൽ ആരിലൂടെ വന്നോ? ഞാനും നിങ്ങളും എല്ലാം ജീവിക്കാൻ വന്നതാ. ഇല്ലേ? ഇരിപ്പ് കാണുമ്പോൾ അറിയാം. നമ്മളെല്ലാം ബാബുചായ ഇല്ലേ? നമ്മളെല്ലാം ജീവിക്കാൻ വന്നതാ അല്ലേ? മിണ്ടുകയല്ല. അതെ, തെളിവ് വേണം. 1-2 ഉദാഹരണം പറയാം. ഉദാഹരണമാണ്, ഉടക്കുണ്ടാക്കാനല്ല. നല്ലതുപോലെ മധുര വിട്ട് കാപ്പി കൊണ്ട് കൊടുക്കുക. ഈ പാസ്റ്റേഴ്സിനല്ലേ, നിങ്ങൾക്കല്ലേ, എനിക്ക് ഒന്ന് അയ്യോ വേണ്ട അയന്ന വേണ്ട അയന്ന കുറച്ച് നാളുകൂടെ ജീവിക്കാൻ വന്നതാ നമ്മളല്ല. രാത്രിയിലെ നല്ല ചോറും തത്തുല്യമായ കൂട്ടാനും മെഴുക്ക് വരട്ടി വറുത്തതും പൊരിച്ചതും എല്ലാം കൂടെ തരിക, കഴിക്ക്, സന്തോഷിച്ച്. വേണ്ട, എനിക്ക് 2 ഉണക്കച്ചപ്പാത്തി. അയ്യോ ഇതെല്ലാം വേണ്ട 2 അയന കുറച്ച് നാളുകൂടെ അല്ലേ. ഇവിടുത്തെ രീതി അറിയത്തില്ല. നാട്ടിലൊക്കെ വന്നാൽ നിങ്ങളൊക്കെ ഒത്തിരി അധ്വാനിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. കുമ്പനാട്, തിരുവല്ല, പത്തനംതിട്ട, റാന്നി അവിടെയൊക്കെ വന്നാലേ, കോട്ടയം സൈഡിൽ കൂടെ ഒക്കെ വന്നാൽ വെളുപ്പിനെ അച്ചായനൊരു ബർമുടായി ഒരു മുളവടിയും കാണും. അമ്മാമ്മ സ്ക്രാഫും ഒക്കെ കെട്ടി ഇങ്ങനെ പോകുന്ന കാണാം. എന്തിനാ പിന്നെ? കുറച്ച് നാളുകൂടെ ജീവിക്കണം, അതിനാ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഞാനും നിങ്ങളും എല്ലാം ഇവിടെ വന്നത് ജീവിക്കാനാ. എന്നാൽ യേശു വന്നത് മരിക്കാനാ. മരിക്കാൻ വന്നതാ. സ്പഷ്ടമായിട്ട് പറഞ്ഞല്ലോ. വാക്യമായിരു മോളെ സ്മിതേ. മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യവും മർക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യവും ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യവും മത്തായി സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യവും. ബാക്കി ഞാൻ പിന്നെ പറയാം. ഇപ്പൊ ഇതങ്ങോട്ട് വായിച്ചതാ. അന്ന് മുതൽ യേശു താൻ യെരൂശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാര് മഹാപുരോഹിതന്മാര് ശാസ്ത്രിമാര് എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും മരിക്കാൻ വന്നതാ. കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങിയെന്നാ. പ്രസ്താവിച്ചു നിർത്തിയെന്നല്ല, പ്രസ്താവിച്ച് തുടങ്ങി. തുടക്കത്തിലുണ്ട് അന്ന് മുതൽ. ഒടുവിൽ പ്രസ്താവിച്ചു തുടങ്ങി. എന്തുവാ? മരിക്കുമെന്ന്. ഞാനും നിങ്ങളുമൊക്കെ ഉണർവ് കയറുമ്പോൾ പറയും ഞാൻ ഈയിടെ മരിക്കും. എന്നാലും യോഗം കഴിഞ്ഞ് വണ്ടിയെ കയറി അല്ലെ വീട്ടിൽ ചെല്ലുമ്പോൾ താവേ ഇപ്പോഴൊന്നും എടുക്കരുത്, അബദ്ധത്തിൽ കയറി വീട് പണി തീർന്നിട്ടില്ല, കൊച്ചിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല, ബാങ്ക് ലോണുണ്ട്, പല കാര്യങ്ങളും, തന്നെയല്ല വിസ അടിക്കുമെന്നൊക്കെ. ചാകുന്നതിന് മുന്നേ എനിക്ക് കാലിഫോർണിയ വരെ ഒന്ന്. ഞാനും നിങ്ങളും എല്ലാം ഇതൊക്കെ പറയും മനുഷ്യനെ. പക്ഷെ യേശു വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞു മരിക്കാൻ വന്നതാണ്, മരിക്കാൻ. ഒന്നുകൂടെ വായിച്ചേ മോളെ. എല്ലാവരും കേട്ടില്ലെന്ന് തോന്നുന്നു. ഈ സഹോദരി ഒന്നും കേട്ടില്ല, വെളിയിൽ പോയത് കൊണ്ട്. ഇത് കേക്ക് മരിക്കാൻ വന്നെന്ന്. അന്ന് മുതൽ യേശു താൻ യെരൂശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാര് മഹാപുരോഹിതന്മാര് ശാസ്ത്രിമാര് എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു. ഇനി 18-ന്റെ 31 വായിച്ചേ. ലൂക്കോസ് പെട്ടെന്ന് വായിച്ചോ. നിർത്താൻ പോവാ. ഞാൻ ഒന്ന് താഴോട്ടൊന്ന് ഇറങ്ങിക്കോട്ടെ, അവിടെ നിന്നോട്ടെ. അനന്തരം അവൻ 12 കൂട്ടിക്കൊണ്ട് അവരോട്, ഇതാ നാം യെരൂശലേമിലേക്ക് പോകുന്നു. മനുഷ്യപുത്രനെ കുറിച്ച് പ്രവാചകന്മാർ എഴുതിയിരിക്കുന്നത് എല്ലാം നിവൃത്തിയാകും. അവനെ ജാതികൾ ഏൽപ്പിച്ചു കൊടുക്കുകയും അവർ അവനെ പരിഹസിച്ച് അവമാനിച്ച് തുപ്പി തല്ലിയിട്ട് കൊല്ലുകയും കണ്ടോ, മരിക്കാൻ പോകാന്ന് പറഞ്ഞു യേശു. കൊല്ലും. മർക്കോസ് 8-ന്റെ 31 വായിച്ചേ. മർക്കോസ് 8:31.
പെട്ടെന്ന് വായിച്ചു. പെട്ടെന്ന് വായിര്. 3 പേരുടെ. മനുഷ്യപുത്രൻ പലതും സഹിക്കുകയും മൂപ്പന്മാരും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ തള്ളിക്കളഞ്ഞു കൊല്ലുകയും മൂന്നാം നാൾ കൊല്ലുവന്ന മത്തായി 17:22 വായിര്. അവൻ ഗലീലയിൽ സഞ്ചരിക്കുമ്പോൾ യേശു അവരോട്, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാറായിരിക്കുന്നു, അവർ അവനെ കൊല്ലുകയും. ഈ വാക്യങ്ങളിലെല്ലാം യേശു വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊല്ലുവെന്ന്. ഞാൻ മരിക്കാൻ വന്നതാണെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. മനസ്സിലായോ? എന്തിനാ വന്നേ? മരിക്കാൻ വന്നതാ. കർത്താവിൻ്റെ വിശേഷത എന്തിനാ വന്നെന്ന് പറഞ്ഞു. 2, എങ്ങനെ മരിക്കുന്നെന്നും പറഞ്ഞു. 3, എവിടെ വെച്ച് മരിക്കുമെന്നും പറഞ്ഞു. 4, എല്ലാം പറയുന്നില്ല. 4, മരിച്ചു കഴിഞ്ഞ് എന്തുവാ നടക്കുന്നെന്നും പറഞ്ഞു. മിണ്ടുന്നില്ല. ഇതെല്ലാം യേശു പറഞ്ഞേച്ചാ. ഇതുപോലെ പറഞ്ഞ ഏത് നേതാവുണ്ട്? മതനേതാക്കന്മാർ, സാമുദായിക നേതാക്കന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ഉണ്ട്. എവിടുന്നാ വന്നെന്ന് പോലും അവർക്ക് അറിയത്തില്ല. എന്തിനാ വന്നെന്നും പലർക്കും അറിയത്തില്ല. എങ്ങനെ ചാകുമെന്നും ഒരു പിടിയില്ല. ആരാ ഇതിൻ്റെ പിമ്പിൽ കൊല്ലാൻ നിൽക്കുന്നെന്നും അറിയത്തില്ല. ചത്ത് കഴിഞ്ഞ് അടുത്ത നടപടി എന്നാന്ന് അതുങ്ങൾക്ക് തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, പിന്നെ അത്രേ ഉള്ളൂ. എന്നാൽ യേശു കർത്താവിൻ്റെ വിശേഷത എന്തിനാ വന്നെന്നുണ്ട്. മരിക്കാനാ വന്നത്. എവിടെ വെച്ച് മരിക്കും? യെരൂശലേമിൽ വെച്ച്. അത്ര ക്ലിയർ ആയിട്ടാ പറഞ്ഞേ. ആരാ എന്നെ കൊല്ലുന്നത്? മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും. മെയിൻ. എങ്ങനാ മരിക്കുന്നത്? തല്ലി, തുപ്പി, അപമാനിച്ച്. അതല്ല, എന്ത് ക്ലിയർ ആയിട്ടാണ് എഴുതിയേക്കുന്നേ. എന്നെ എല്ലാവർക്കും ഒരു സങ്കടം പോലെ. ഇതുപോലെ പറഞ്ഞ ആരേലും ഒരുത്തനുണ്ടോ? എന്തോ പറയാനാ? വന്നത് പഠിക്കാൻ മേലെ പോകാൻ നേരത്തും ഒന്നും പറഞ്ഞില്ലല്ലോ. നമ്മൾ ചോദിക്കല്ലേ, അപ്പച്ചൻ എന്തോ പറഞ്ഞേച്ചോ? അപ്പച്ചനെ ഒന്നും പറയാനടി, അതോടെ തീർന്ന അപ്പച്ചൻ. ഒന്നും ഇല്ലേ? അപ്പച്ചൻ ഏതാണ്ടൊക്കെ പറയണമെന്ന് ഉണ്ടായിരുന്നു. എല്ലാവരും നോക്കി എന്താ പറയാ, കണ്ണിക്കൂടാ പോയത് ജീവൻ. ഇവിടെ വന്ന് ആരും ഒന്നും പറഞ്ഞില്ല. അമ്മാമ്മയ്ക്ക് മനസ്സിലായോ പറഞ്ഞേ? പക്ഷേ ഞാൻ നിങ്ങൾ സേവിക്കുന്ന, എന്നെയും നിങ്ങളും രക്ഷിച്ച യേശു കർത്താവ് വളരെ ക്ലിയറായിട്ട് പറഞ്ഞാച്ചാ പോയത്. ദൈവത്തിന് മഹത്വം. നമ്മുടെ കർത്താവ് അത്ര സ്പഷ്ടമായിട്ടാണ് എല്ലാം. ഞാൻ ഇനി വേറൊരു ചിന്തയും കൂടെ പറയാം. നിങ്ങൾ ആ ഭാഗം വചനം ആസ്വദിക്കുന്ന ചിലരുണ്ട്. കർത്താവ് ഈ മരിക്കുന്ന കാര്യം പറഞ്ഞിട്ട് മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടില്ല. അതിനോട് ചേർത്താ പറഞ്ഞ് ഉയർക്കുവെന്ന്. അങ്ങനല്ലേ മോളെ? വായിച്ചേ. അവർ ഗലീലയിൽ സഞ്ചരിക്കുമ്പോൾ യേശു അവരോട്, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാറായിരിക്കുന്നു, അവർ അവനെ കൊല്ലുകയും മൂന്നാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ് ഉണ്ടോ? ഇല്ല. ഇല്ല. കൊല്ലുകയും മൂന്നാം നാൾ ഉയർക്കുകയും. ഇതുപോലെ ആര് പറഞ്ഞു? ഒറ്റ ഒരുത്തം പറഞ്ഞിട്ടില്ല. നമുക്ക് ഈ ചാകുന്ന കാര്യം പറയാന്ന് തന്നെ ഇല്ലേ? അതെ. 12 വയസ്സ് കഥയാ, കാര്യമുണ്ട്. 12 വയസ്സുള്ള മോള് വെളുപ്പിനെ 88 വയസ്സുള്ള അപ്പച്ചന് കാപ്പിയായിട്ട് ചെന്നപ്പോൾ അപ്പച്ചൻ സങ്കടപ്പെട്ടിരിക്കുക. എന്തോ അപ്പച്ച? കട്ടൻ. എന്നെ അപ്പച്ച? ഓ അപ്പച്ച കാര്യം പറ. ഓ ഞാനിങ്ങനെ ഓരോന്ന് ചിന്തിക്കുകയായിരുന്നു. നിൻ്റെ വല്യമ്മച്ചിയായിരുന്നു പണ്ട് കാപ്പി ഇട്ട് വെളുപ്പിനെ തരുന്നത്. അവൾ ചത്തുപോയി. അന്നേരം ഞാൻ ചിന്തിച്ചു, ഇനി എനിക്ക് ആരാ കാപ്പി? അന്നേരം നിൻ്റെ അമ്മയെ ദൈവം കൊണ്ടുവന്നു. അവളും കാപ്പി ഇട്ട് തന്നു. അവളും 5 കൊല്ലം മുമ്പ് മരിച്ചു. അന്നേരം ഞാൻ ചിന്തിച്ചു, ഇനി എനിക്ക് ആരാ? ഇപ്പം നീ 12 വയസ്സുള്ള നീ ഇട്ട് തരും. നീ നിൻ്റെ കാലം കഴിഞ്ഞാൽ എനിക്ക് ആരാ കാപ്പി 5 മണിക്ക് കൊണ്ട് തരുന്നെന്ന് ചിന്തിച്ചാ ഞാൻ ഈ ചുരുക്കി പറഞ്ഞ ഈ മൂപ്പിലായിക്ക് ഇവിടുന്ന് പോകാൻ.
അല്ല, നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ടും അങ്ങനെ ചിന്തിച്ചിരിക്കുക, എന്നെ അവിടെ കാലം കഴിഞ്ഞാൽ എനിക്ക് ആരാന്ന് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പോകാൻ ഒരു താല്പര്യവും. പക്ഷെ യേശു കർത്താവ് വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞു, ഞാൻ മരിക്കാൻ വന്നതാണ്. മരിക്കാൻ വന്നതാ. ഒരു പാട്ടുണ്ടായിരുന്നു, വിപ്ലവഗാനം, മരിക്കാൻ ഞങ്ങൾക്ക്. കേട്ടിട്ടില്ല അല്ലേ? ഓ, കാസർഗോഡ് ആയതുകൊണ്ടായിരിക്കും, കണ്ണൂരായിരുന്ന കേട്ടേന്. മരിക്കാൻ ഞങ്ങൾക്ക് പാടിയ പുള്ളി മരിച്ചു, ഏറ്റു പാടിയവരും മരിച്ചു, ഇപ്പൊ പാടിക്കൊണ്ടിരിക്കുന്നവരും മരിക്കും. പക്ഷെ യേശുക്രിസ്തു തന്റെ മരണത്തെ പറ്റി പറഞ്ഞപ്പോൾ ഇങ്ങനെ മരിക്കുമെന്ന് പറഞ്ഞു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടില്ല. പിന്നെ എങ്ങനെയാ മോളെ? അവർ അവനെ കൊല്ലുകയും മൂന്നാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കുകയും കൊല്ലുകയും നിർത്തിയിട്ടില്ല, കൊല്ലുകയും മൂന്നാം നാൾ ഉയർക്കും. ഇതുപോലെ പറഞ്ഞ ഒരു നേതാവുമില്ല. നിങ്ങളെ മുഴുവൻ ഭാഗം ഇപ്പം വായിപ്പിച്ച വാക്യം എല്ലാം വായിച്ച് കൊല്ലുകയും നിർത്തുകയല്ല, മൂന്നാം നാൾ ഉയർക്കും. ഇന്നും അവിടുന്ന് ഉയർത്ത് ജീവിക്കുക. സുവിശേഷത്തിന്റെ വിശേഷത ഞാൻ നിർത്തുക. 9 ദൈവദാസനെ? 10 മിനിറ്റ് ഉണ്ട്. 10 കൂടെ എടുക്കുക, കുഴപ്പമില്ലല്ലോ. അവർ രണ്ടും പറഞ്ഞ് എത്ര വേണേലും എടുത്തോ, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാന്ന് അവരും പറയാന്ന്. അതുകൊണ്ട് ഞാനും അങ്ങ് എടുക്കുക. ദൈവത്തിന് മഹത്വം. എന്താണ് സുവിശേഷം? യേശുക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. എന്തുവാ സുവിശേഷത്തിന്റെ വിശേഷത? 1, ഇത് രക്ഷിക്കുന്ന മാർഗം. 2, ഇത് സമാധാനം തരുന്ന മാർഗം. 3, ഇത് പ്രത്യാശ തരുന്ന മാർഗം. സുവിശേഷം മാത്രമേ പ്രത്യാശ തരുന്നുള്ളൂ. എന്തുവാ പ്രത്യാശ? അതാ പറഞ്ഞത്, വീണ്ടും വരുമെന്ന്. ഇങ്ങനെ പറഞ്ഞാൽ ആരും പോയിട്ടില്ല, ഒന്നും പറയാതല്ലേ പോയത്. ചെല്ല എങ്ങോട്ടാ പോയെന്ന് പോലും അറിയത്തില്ല. മാഞ്ഞു പോയെന്ന് നാളൊരാൾ പറഞ്ഞു. അങ്ങ് ഒരു പാട്ടുണ്ട്, മാഞ്ഞു പോകുമോ. പിന്നെ കേട്ടിട്ടില്ലേ പാപ്പച്ചായനെ? അമ്മാമ വന്നില്ലേ? നാളെ വരുമ്പം ഫ്രണ്ട് ഇരിക്കണം. നാളെ വരുമോ? മാഞ്ഞു പോകുന്ന യേശു മാഞ്ഞും തൂത്തുവൊന്നും പോയതല്ല, സ്വർഗത്തിലേക്കാ പോയത്. ആ പോയ കർത്താവ് വീണ്ടും തിരിച്ചു വരും. വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞേച്ചാ, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. ദൈവത്തിൽ വിശ്വസിക്കണേ, എന്നിലും. നമ്മുടെ പ്രത്യാശയാ. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോവുക. ഞാൻ അവിടെ പോയി സ്ഥലം ഒരുക്കി വെച്ച് അവിടെ തന്നെ കുത്തിയിരിക്കുകയല്ല, തിരിച്ചു വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അതാ പറഞ്ഞു. ഇതുപോലെ ആര് പറഞ്ഞു? എൻ പിതാവിൻ കൃപേ ഇൻപമേഴും പല്ല, എൻ പിതാവിൻ കൃപേ ഇൻപമേഴും പല്ല, സമൃദ്ധ പവനങ്ങൾ ഉണ്ടതിനാലിനി, സമൃദ്ധ പവനങ്ങൾ ഉണ്ടതിനാൽ ഇനി ചിത്തം കലങ്ങിടൊല്ല, പോയി വരും ഞാൻ. നിന്റെ ചിത്തം കലങ്ങിടൊല്ല, പോയി വരും ഞാൻ. പോയി വരും ഞാൻ, പോയി വരും ഞാൻ. നിന്റെ ചിത്തം കലങ്ങിടൊല്ല, പോയി വരും